ശ്രീനാജി നമസ്കാരം. സ്റ്റാർട്ട് ചെയ്യാം. ചേട്ടാ ക്ലിയർ ആണോ? ക്ലിയർ ആണ്, ക്ലിയർ ആണ്. ഒരു മിനിറ്റ്. എല്ലാവർക്കും നമസ്കാരം. ദേവി മഹാത്മ്യത്തിലെ കഥയും അതേപോലെ തന്നെ അതിൻ്റെ അകത്തുള്ള ഭാരതത്തില് ഏതൊരു കഥ പറയുമ്പോഴും അതിൻ്റെ അകത്തൊരു കാര്യത്തെ ഒളിപ്പിച്ചു വെക്കാറുണ്ട്. ആ ഒളിപ്പിച്ചു വെച്ചത് എന്താണ് എന്നും ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. മിഠായിയെ സംരക്ഷിക്കാൻ മിഠായിയുടെ കവറ് എങ്ങനെയാണോ സഹായിക്കുന്നത്, മിഠായിയാണ് അടുത്ത തലമുറയ്ക്ക് കൊടുക്കേണ്ടത്. പക്ഷെ മിഠായി വെറുതെ വെച്ചാൽ കേടായി പോകും, അത് ഈച്ചയൊക്കെ വന്ന് നശിച്ചു പോകും. മിഠായിനെ വളരെ ഭംഗിയുള്ള ഒരു പൊതിയിൽ പൊതിയും. ഒന്ന്, കുട്ടികൾക്ക് അത് കണ്ട് അട്രാക്ഷൻ വേണം. ചിലപ്പോൾ മിഠായിക്ക് 5 രൂപയുണ്ടാവും, പക്ഷെ ആ പൊതിയുന്ന കടലാസിന് 20 രൂപ ഉണ്ടാവും. ഇങ്ങനെ മിഠായിക്ക് 25 രൂപ നമ്മളോട് വാങ്ങിക്കും. പക്ഷെ ഉള്ളില് അങ്ങനെയാണല്ലോ, നമ്മുടെ ലേസ് വാങ്ങുമ്പോൾ അങ്ങനെയാണല്ലോ. ലേസ് 5 റുപ്യ എടുത്ത് അല്ലെ 10 രൂപ എടുത്ത് ലേസ് വാങ്ങിയാൽ അതിനകത്ത് 8 രൂപന്റെ കാറ്റും 2 രൂപന്റെ മറ്റേ പൊട്ടറ്റോ വെള്ളം ഉണ്ടാവുക. ബാക്കിയൊക്കെ അതിൻ്റെ അകത്ത് കാറ്റാ ഉണ്ടാവുക. അപ്പൊ ആകെ തുറന്നു നോക്കുമ്പോൾ 4 കഷ്ണേ ഉണ്ടാവും. പക്ഷെ അതേപോലെ തന്നെയാണ് ഈ കഥകള്. മിഠായിനെ കുട്ടികളിലേക്ക് ആകർഷിക്കുന്നത് മിഠായി കടലാസാണ്. അതേസമയത്ത് മിഠായിനെ സംരക്ഷിക്കുന്നതും ഈ കടലാസാണ്. നമ്മൾ കഴിക്കുന്നത് മിഠായിയാണ്. അതേപോലെ തന്നെയാണ് പുരാണങ്ങള് മുഴുവൻ കൈമാറ്റം ചെയ്യപ്പെട്ടത്, കുട്ടികൾ അതിലേക്ക് അട്രാക്റ്റഡ് ആയത്. നിങ്ങൾ ഇന്നിപ്പോ ഇവിടേക്ക് വന്നത് ദേവി മഹാത്മ്യം, ദേവിയുടെ കഥ പറയാം എന്ന് പറഞ്ഞിട്ടാ. അപ്പൊ മഹാത്മ്യം അത് കേൾക്കാൻ വലിയ താല്പര്യം. അപ്പൊ നമ്മളെ മിഠായി കടലാസ് കാണിച്ച് എല്ലാവരും അട്രാക്ട് ചെയ്തു. ഇനി ഇങ്ങോട്ട് പറയാണ് മിഠായി അല്ല, മിഠായി കടലാസ് അല്ല തിന്നേണ്ടത്, അതിനകത്ത് മിഠായി ഉണ്ട്, അത് ആണ് നമ്മൾ തിന്നേണ്ടത്, അത് തരാം എന്നാണ് പറയുന്നത്. അപ്പൊ ദേവി മഹാത്മ്യം അത്തരത്തില്, അതുകൊണ്ട് തന്നെ കേവലം ഒരു കഥയല്ല അത്. ഒരേ കാര്യം തന്നെ 3 പ്രാവശ്യം ആവർത്തിച്ച് പറയുന്നതാണ്. ദേവി മഹാത്മ്യത്തിൽ 3 ചരിതങ്ങളായിട്ടുള്ളത്, പ്രഥമ ചരിതം, മധ്യമ ചരിതം, ഉത്തമ ചരിതം എന്ന് പറയുന്ന 3 അധ്യായങ്ങളായിട്ടുള്ളത്. ഒരേ കാര്യം തന്നെയാണ് ആവർത്തിച്ച് പറയുന്നത്. ഒന്നാമത്തെ പ്രാവശ്യം കേട്ടപ്പോൾ മനസ്സിലായില്ല, രണ്ടാമത് അത് തന്നെ പറഞ്ഞാൽ ബോറടിക്കല്ലോ എന്ന് കരുതിയിട്ട് വേറെ ഒരു രീതിയിലെ കഥ പറഞ്ഞു, അപ്പോഴും മനസ്സിലായില്ല എന്ന് പറഞ്ഞപ്പം മൂന്നാമത്തെ ഭാഷയിൽ അത് പറഞ്ഞു. അത്രയേ ഉള്ളൂ. ഒരേ കാര്യം തന്നെ ആവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ദേവി മഹാത്മ്യം മുഴുവൻ റിപ്പീറ്റ് ചെയ്യണമെന്നില്ല. ആദ്യത്തെ 1-ാം അധ്യായത്തിൽ തന്നെ ദേവി മഹാത്മ്യം പൂർണ്ണമാണ്. അതുകൊണ്ട് ഇത് കേവലം ഒരു കഥയല്ല, ആ കഥേന്റെ അകത്ത് മനോഹരമായിട്ടൊരു തത്വത്തെ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അതേ സമയത്ത് വലിയൊരു സാധനയെ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അതൊരു വലിയ ഉപാസനയും കൂടിയാണ്. ദേവി മഹാത്മ്യം നമ്മൾ പാരായണം ചെയ്യുമ്പോൾ വലിയൊരു ദേവതയെ നമ്മൾ ഉപാസിക്കുന്നുണ്ട്. നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള ഒരു ദേവതയെ നമ്മൾ ഉപാസിച്ച് പുറത്തേക്ക് കൊണ്ടുവരുന്നുണ്ട്. മന്ത്രങ്ങൾക്ക് വളരെ ശക്തിയുണ്ട്. ഓരോ 700 ശ്ലോകങ്ങളാണ്. അതുകൊണ്ട് ദുർഗാ സപ്തശതി എന്ന് നമ്മൾ വിളിക്കാറുണ്ട്. ദേവിയുടെ മഹാത്മ്യത്തെ കുറിച്ച് പറയായതുകൊണ്ട് ദേവി മഹാത്മ്യം എന്ന് പറയാറുണ്ട്. ദുർഗയെ കുറിച്ചായതുകൊണ്ട് ദുർഗാ സപ്തശതി എന്ന് വിളിക്കാറുണ്ട്. പല രീതിയിൽ അറിയപ്പെടുന്നുണ്ട്. പണ്ട് കാലങ്ങളിൽ കേരളത്തിലെ മുഴുവൻ വീടുകളിലും ദേവി മഹാത്മ്യം ഉണ്ടായിരുന്നു. നമ്മൾ അഷ്ടമംഗല്യത്തിലൊക്കെ ഗ്രന്ഥം എന്ന് പറഞ്ഞ് പറയാറുണ്ട്. അഷ്ടമംഗല്യം എന്ന് നമ്മൾ പറയുമ്പോൾ ഇപ്പം നമ്മൾ അഷ്ടമംഗല്യം എന്ന് പറയുന്നത് കിട്ടിയ ഒരു കുറെ പൂജാ സാധനങ്ങളുടെ മിനിയേച്ചർ ഫോമാണ്. അത് അഷ്ടമംഗല്യം അല്ല, കഷ്ടമംഗല്യം എന്നാണ് ഞാൻ പറയുന്നത്.
അത് ആരോ പറഞ്ഞൊരു സാധനമാണ്. ശരിക്കുള്ള അഷ്ടമംഗലത്തില് വാൽക്കണ്ണാടി, അതുപോലെ ചെപ്പ്, വെറ്റില അടയ്ക്ക, സ്വർണം, ഗ്രന്ഥം, അലക്കിയ വസ്ത്രം, ഫലം ഒക്കെയാണ് വരുന്നത്. അതിലെ ഗ്രന്ഥമായിട്ട് നമ്മൾ ഉപയോഗിച്ചിരുന്നത് ദേവി മഹാത്മ്യം. പണ്ട് നമ്മളൊരു കഥയൊക്കെ കേട്ടിട്ടുണ്ട്. ദേവി മഹാത്മ്യമുള്ള ഒരാള് ഒരു യക്ഷി പിടിക്കാൻ പോയിട്ട് അയാളെ കയ്യിൽ ദേവി മഹാത്മ്യം ഉള്ളതുകൊണ്ട് യക്ഷി അയാളെ പിടിച്ചില്ല. പരമാവധി പല പ്രലോഭനങ്ങളും പ്രകോപനങ്ങളും നടത്തി നോക്കി ആ പുസ്തകം ഒന്ന് താഴെ വെക്കുമെന്ന്. മൂപ്പര് പുസ്തകം താഴെ വെക്കാത്തതുകൊണ്ട് യക്ഷി വെറുതെ വിട്ടു എന്നാ പറയാ. ഇത്രയധികം നമ്മൾ ഇന്ന് ലളിതാ സഹസ്രനാമത്തിന് കൊടുക്കുന്നതിനേക്കാൾ ഏറെ പ്രാധാന്യമുണ്ട് നമ്മൾ ദേവി മഹാത്മ്യത്തിന് കൊടുത്തിട്ടുണ്ട്. അത്ര ഈ മണ്ണിലുള്ള കേരളത്തിലെ ഓരോ ആൾക്കാർക്കും പ്രിയപ്പെട്ടതായിരുന്നു. എല്ലാ വീട്ടിലെ അമ്മമാർക്കും ദേവി മഹാത്മ്യം അറിയായിരുന്നു. എല്ലാവരും ചെല്ലുകയും ചെയ്യുന്നു. എവിടെയോ നമുക്കൊന്ന് മിസ്സായതാ. അതുകൊണ്ട് നമ്മൾ ഒരു റീട്രൈവ് ചെയ്യുന്നത്, പുതിയൊരു സാധനത്തെ നമ്മൾ ആരംഭിക്കുകയല്ല ചെയ്യുന്നത്. കഴിഞ്ഞ ഒരു തലമുറയിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ ഒരു സാധനത്തെ നമ്മൾ വീണ്ടും ഒന്ന് പിടിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ നമ്മൾ പുതിയൊരു സാധനം തുടങ്ങുന്നല്ല. ഇനി പുതിയ സാധനം പഠിക്കാൻ പോയിക്കോ, അത്രയും കാലം പഠിച്ചൊന്നും പോരാണ്ട് ഇനി ദേവി ഭാഗത്തിനോട് ഇങ്ങോട്ട് പഠിച്ചോ എന്ന് പറയുമ്പോ, വീട്ടിൽ നിന്ന് പറയുമ്പോ പറയണ്ട്, ഇതിപ്പോ വലിയ സാധനമല്ല, നിന്റെ അമ്മമ്മ വരെ, മുത്തശ്ശൻ, അച്ഛമ്മ വരെ സാധനമാണ്. 2 തലമുറ വസ്ത്രത്തിന് വേണ്ടതുപോലെ അത് പഠിച്ചില്ല. അതുകൊണ്ട് ഞാനത് വീണ്ടും ഒന്ന് കയറി പിടിക്കുന്നതല്ലോ എന്ന് നമുക്ക് പറയാൻ പറ്റണം. അത്ര നമ്മളായിട്ട് ചേർന്ന് നിൽക്കുന്നായിരുന്നു. അതെന്താണെന്ന് വെച്ചാല് അത്രയധികം നമ്മൾക്ക് സമൃദ്ധിയെയും നമ്മുടെ ദുരിതങ്ങൾ ഇല്ലാതാക്കാനൊക്കെ സഹായിക്കുന്ന ഒരു പുസ്തകമാണ് ദേവി മഹാത്മ്യം. ദേവി മഹാത്മ്യം ദേവത തന്നെയാണ്. ഇപ്പൊ 3ാമത്തെ ക്ലാസ് ആണെന്ന്. കഴിഞ്ഞ വ്യാഴാഴ്ച ചില കാരണം കൊണ്ട് ക്ലാസ് കയറാൻ പറ്റില്ല. ഒന്ന് നമുക്ക് വീണ്ടും പിന്നെ പരമാവധി മുടങ്ങാതെ തന്നെ നോക്കാം. കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് കുറച്ചുകൂടി വേഗത്തിൽ എടുക്കാൻ പറ്റുമോ നോക്കാം. എത്ര വേഗത്തിൽ എടുക്കാൻ നോക്കിയാലും വളരെ കുറച്ചേ മുന്നോട്ട് പോകാം. എത്ര ദേവീന്റെ കഥ എത്ര പറഞ്ഞാലും മതിയാവില്ല. എത്ര പറഞ്ഞാലും പിന്നും ബാക്കിയുണ്ടാവുന്ന പറയും. ഇന്നത്തെ ക്ലാസ് ഗുരു പരമ്പരയുടെ അനുഗ്രഹത്തോടു കൂടി നമുക്ക് ആരംഭിക്കാം. വന്ദേ ഗുരുപദദ്വന്ദ്വം അവാങ് മനസഗോചരം രക്തശുക്ല പ്രഭാമിശ്രം അതർക്യം ത്രൈപുരം മഹ. ശ്രീ ഗുരുഭ്യോ നമ. ഗുരുപരമ്പരയുടെ അപാരമായ കൃപ നമുക്ക് എല്ലാവർക്കും ഉണ്ടാവട്ടെ. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മുടെ ദേവി മഹാത്മ്യം എങ്ങനെയാണ് ഭാരതം അറിവിനെ കൈമാറിയത് എന്നൊക്കെ ചർച്ച ചെയ്തു. തൊട്ട് മുമ്പിലത്തെ ക്ലാസ്സിലും നമ്മൾ അതുമായിട്ട് അനുബന്ധമായി ചില കാര്യങ്ങൾ പറഞ്ഞു. ഇന്ന് നമ്മൾ ക്ലാസ്സിലേക്ക് ദേവി മഹാത്മ്യ അധ്യായത്തിലേക്ക് പ്രവേശിക്കണം എന്ന് വിചാരിക്കുന്നു. അതിന് മുമ്പായിട്ട് കഴിഞ്ഞ ക്ലാസ് കഴിഞ്ഞപ്പോൾ ഒരുപാട് പേര് ചോദ്യമായിട്ട് ചോദിച്ചിരുന്നു, ദേവി മഹാത്മ്യം ചെല്ലുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്. ധാരാളം പേരുടെ ചോദ്യം അതായതുകൊണ്ട് അതിന് ഉത്തരം പറഞ്ഞതിന് ശേഷം നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പ്രവേശിക്കാൻ തോന്നും. ദേവി മഹാത്മ്യം ഒന്ന്, അത് പഠിക്കണം. ദേവി മഹാത്മ്യത്തിന് ഭാഷ ഉണ്ട്, അതുപോലെ സംസ്കൃതത്തിലുണ്ട്. ഭാഷ വളരെ മനോഹരമാണ്. പക്ഷെ നമ്മൾ ചെല്ലുമ്പോൾ ഒരു ഉപാസനയായിട്ട് എടുക്കുന്ന സമയത്ത് ദേവി മഹാത്മ്യം സംസ്കൃതത്തിലെ ടെക്സ്റ്റ് തന്നെ ഉപയോഗിക്കുന്നതാണ് കുറച്ചുകൂടി നല്ലത്. കാരണം മുഴുവൻ മന്ത്രങ്ങളാണ്. നമ്മൾ പോലും അറിയാതെ മഹാമന്ത്രങ്ങൾ നമ്മൾ പല പ്രാവശ്യം ഇതിനിടയിൽ ആവർത്തിക്കുന്നുണ്ട്. അത് ഭാഷയിലേക്ക് വരുന്ന സമയത്ത് അതുണ്ടാവില്ല. എന്നുള്ളതുകൊണ്ട് ദേവിയുടെ കഥ മനസ്സിലാക്കാനാണെങ്കിൽ ഇത് സംസ്കൃതമാണ്, ഞങ്ങൾക്കൊന്നും മനസ്സിലാവുന്നില്ല, വെറുതെ ചൊല്ലിപ്പോവാണ്, അതിനാണല്ലോ നമ്മൾ ക്ലാസ് വെച്ചത്, അതുകൊണ്ട് ഞങ്ങൾ ഭാഷ ചൊല്ലുന്നു. ആയിക്കോട്ടെ, 1 2 പ്രാവശ്യം ചൊല്ലി ഭാഷ മനസ്സിലാക്കിയിട്ട് പിന്നെ ഉപാസനയ്ക്ക് ഉപയോഗിക്കുന്നത് ഈ മന്ത്രങ്ങൾ തന്നെയാണ്. കാരണം 700 മന്ത്രങ്ങൾ മഹാമന്ത്രങ്ങളാണ്. അപ്പൊ എന്തൊക്കെയാണ് ഇത് പഠിക്കുന്ന സമയത്ത് കൃത്യമായി നമ്മളൊരു സാമ്പ്രദായികമായി പഠിക്കുന്നത് നല്ലതാണ്. കാരണം പല മന്ത്രങ്ങൾക്കും ഇതിൻ്റെ അകത്തൊരു വളരെ മഹത്തായ അതിവിശിഷ്ടമായ മന്ത്രമുണ്ട്. ദേവി മഹാത്മ്യത്തില് ദേവതയുടെ മന്ത്രമാണ്. ദേവത തന്നെയാണ് ദേവി മഹാത്മ്യം. ദേവി മഹാത്മ്യ പുസ്തകം നമ്മൾ ദേവതയായിട്ട് തന്നെയാണ് കാണുന്നത്. ദേവതയുടെ ദേവി മഹാത്മ്യത്തിന്റെ പുസ്തകം
ഒരു പട്ടിൽ പൊതിഞ്ഞ് നമ്മൾ എപ്പോഴും കയ്യിലോ അല്ലെങ്കിൽ നമ്മളെ വീട്ടിലൊക്കെ സൂക്ഷിച്ചാൽ അത് ദേവത തന്നെയാണ് എന്നാണ്. അത് ദേവി എങ്ങനെയാണോ കൊണ്ടടക്കുന്നത് അതുപോലെ തന്നെയാണ് ആ ഗ്രന്ഥത്തെ നമ്മൾ കൊണ്ടടക്കാറുള്ളത്. നമുക്ക് ഗ്രന്ഥവും ദേവതയും തമ്മിൽ വ്യത്യാസമൊന്നുമില്ല. അക്ഷര രൂപത്തില് ആണ് ദേവത എന്ന് മാത്രമേ ഉള്ളൂ. അക്ഷര രൂപത്തിലുള്ള ദേവതയാണ് പുസ്തകം. പുസ്തകത്തെ അതേപോലെയാണ് കാണുക. പുസ്തകത്തെ നമ്മൾ പട്ടിലൊക്കെ പൊതിഞ്ഞ് പലകയിലൊക്കെ അതിന്റെ മുകളിലൊക്കെയാണ് വെക്കുക, നിലത്തൊന്നും വെക്കാറില്ല. ദേവതനെ സൂക്ഷിക്കുന്നത് പോലെ തന്നെ അതിനകത്തുള്ള മന്ത്രങ്ങളില് ഏറ്റവും പ്രധാനപ്പെട്ട ദേവതയുടെ മൂലമന്ത്രം ഉള്ളത് കൊണ്ട് ആ മന്ത്രം നമ്മളൊരു ആചാര്യനോ ഒരു ഗുരുനാഥന്റെ കയ്യിൽ നിന്നൊക്കെ സ്വീകരിക്കുന്നത് നല്ലതാണ്. കാരണം മന്ത്രങ്ങൾക്കൊക്കെ ശാപമുണ്ട്. അത് സാമ്പ്രദായികമായി ലഭിച്ചു ചെല്ലുമ്പോഴാണ് പൂർണ്ണ ഫലം ഉണ്ടാവുക. അല്ലെങ്കിൽ ഫലം ഉണ്ടാവില്ല എന്നല്ല, ഇവിടെയാണ് പൂർണ്ണ ഫലം ഉണ്ടാവുക. പണ്ട് ആചാര്യനെ ശപിച്ചിട്ടുണ്ട്. കാരണം പല അനാചാരികൾക്കും ഒക്കെ അപകടകാരികൾക്കൊക്കെ ഇത് കിട്ടിക്കഴിഞ്ഞാല് മന്ത്രത്തിന് ശക്തി ഉണ്ട്. അവരൊക്കെ ഇത് ഉപയോഗിച്ച് വളരെ തേജസ്സുള്ളവരും പ്രബലരൊക്കെ ആയി മാറിയാല് ലോകത്തിന് നാശം ഉണ്ടാവും. അങ്ങനെ ഋഷിമാര് ധാരാളം കണ്ടിട്ടുണ്ട്. അസുരന്മാർക്കൊക്കെ സിദ്ധി കിട്ടിയപ്പം അവർ ലോകത്തെ നശിപ്പിക്കാനാണ് ഉപയോഗിച്ചത്. എന്നാല് ദേവന്മാർക്കൊക്കെ സുരൻ സുരൻ എന്ന് പറയുന്നത് നമ്മളൊക്കെ തന്നെയാണ്, മനുഷ്യന്മാരാണ്. സുരൻ കുറച്ചുകൂടി വഷളാകുമ്പോഴാണ് അസുരനാകുക. സുരൻ കുറച്ചുകൂടി നന്നാവുമ്പോഴാണ് ദേവനായി മാറുക. ഒരു നല്ല ആൾക്കാർക്ക് കിട്ടിയാൽ നല്ല രീതിയിൽ ഉപയോഗിച്ചാൽ ഇത് ലോക നന്മയ്ക്കാണ് ഉപയോഗിക്കുക. അതുകൊണ്ട് എന്തിനാണ് ഇത് ഉപയോഗിക്കാന്ന് അറിയില്ല. ഒരു ഗുരുപരമ്പര ഉണ്ടെങ്കിൽ, ഒരു ഗുരുനാഥൻ ഉണ്ടെങ്കിൽ അയാൾ ഒരിക്കലും അസുരനാവില്ല, ഉറപ്പാണ്. അതുകൊണ്ട് ഒരു ഗുരുപരമ്പരയിൽ കൂടെ ഇത് ലഭിക്കുകയാണെങ്കിൽ അയാള് നാളെ ഇത് ഒരു ലോക നാശത്തിന് ഉപയോഗിക്കില്ല എന്ന് പരമ്പരയ്ക്ക് ഉറപ്പുണ്ട്, ഋഷിമാർക്ക് ഉറപ്പുണ്ട്. അവർ പറഞ്ഞു ഇതൊരു പരമ്പരയെന്ന് അല്ലെങ്കിൽ ഒരു സമ്പ്രദായത്തിൽ നിന്നല്ലാതെ സ്വീകരിക്കുമ്പോൾ അതിന് ഫലം ഇല്ലാതെ ആയിക്കോട്ടെ എന്ന്. കാരണം ഋഷിക്ക് അന്നേ അറിയാം, കുറെ കാലം കഴിഞ്ഞാൽ യൂട്യൂബ് ഉണ്ടാവും, വാട്സപ്പ് യൂണിവേഴ്സിറ്റി ഉണ്ടാവും. അപ്പൊ ഇതിലൊക്കെ ആൾക്കാർ ഇത് പറഞ്ഞിടും. ഈ മന്ത്രമൊക്കെ കേട്ടുമ്പോൾ ആരോടെങ്കിലും അടുത്ത വീട്ടിലെ ആളോട് ശത്രു തോന്നിയാല് കേസിൽ എങ്ങാൻ തോൽക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും വർത്താനം പറഞ്ഞ് തെറ്റുക ചെയ്താല് ഉടനെ യൂട്യൂബിൽ ശത്രു സംഹാര മന്ത്രം അടിച്ചു നോക്കിയിട്ട് അങ്ങനെ വരുന്ന മന്ത്രം 1008 ഒരു ജപിച്ച് അയാളെ നശിപ്പിക്കാന്നൊക്കെ വിചാരിക്കുമ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അതുകൊണ്ട് ഋഷി പറഞ്ഞിട്ടുണ്ട് ഇതിനൊന്നും നിൽക്കണ്ട. അതുകൊണ്ട് അതിനെയൊക്കെ ശപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കുറച്ചുകൂടിയൊക്കെ സാമ്പ്രദായികമായി ഇതിനെ മനസ്സിലാക്കുന്നതാണ് നല്ലത്. അങ്ങനെ മനസ്സിലാക്കിയാല് പഠിച്ച് വായിക്കാനൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മളെ ഇഷ്ടം പോലെ നമുക്ക് പാരായണം ചെയ്യാനുള്ള വിധിയുണ്ട്. നമ്മളെ ഇഷ്ടം പോലെ എന്ന് പറഞ്ഞാൽ നമ്മളെ സമയം പോലെ. പണ്ടൊരാള് ചെണ്ട കൊട്ടാൻ പഠിക്കാൻ പോയ ഒരാള് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ആർക്കും ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കില്ല, ഞാൻ എല്ലാവരും ഉറങ്ങിയതിന് ശേഷമാണ് ചെണ്ട കൊട്ടി പഠിക്കല്. അതുപോലെ എല്ലാരും ഉറങ്ങിയതിന് ശേഷം സ്വസ്ഥായതിനു ശേഷം നിങ്ങള് ദേവീമാത്മ്യം ഉറക്ക ചൊല്ലി പഠിക്കുന്നതാണ് ഏറ്റവും നല്ലത് എന്നുള്ള നിങ്ങളെ സൗകര്യം ഇതാണെങ്കിൽ അതല്ല ഇവിടെ ഉദ്ദേശിച്ചത്. നിങ്ങളെ സൗകര്യം അല്ലെങ്കിൽ ഇഷ്ടം എന്ന് പറയുന്നത് അതല്ല. നിങ്ങളെ സമയത്തിനനുസരിച്ച് ഒരു ദിവസം കൊണ്ട് തന്നെ എല്ലാവർക്കും ചെല്ലാൻ പറ്റിയെന്ന് വരില്ല. അപ്പൊ 3 ദിവസം കൊണ്ട് ചെല്ലാനുള്ള വിധാനമുണ്ട്, 7 ദിവസം കൊണ്ട് ചെല്ലാനുള്ള പാഠോയം ഇപ്രകാരം എന്ന് പറയുന്ന 7 ദിവസം കൊണ്ട് എങ്ങനെയാണ് ദേവി മഹാത്മ്യം ചെല്ലേണ്ടത് എന്നുള്ള ഒരു ക്രമമുണ്ട്. എങ്ങനെ ചെല്ലണം? സ്വസ്ഥമായിട്ട് ഇരുന്ന് ജപിക്കാൻ പറ്റണം. സ്വസ്ഥത ശ്രദ്ധയോടുകൂടി ചെല്ലാൻ പറ്റണം എന്നുള്ളതാണ്. അപ്പം ഏതെങ്കിലും ഒരു സമയം, രാവിലെയോ വൈകുന്നേരമോ ഏതെങ്കിലും ഒരു സമയം തിരഞ്ഞെടുക്കുന്നത് നല്ലതാണ്. അപ്പൊ അതിപ്പോ കുട്ടികളെയും ഭർത്താവിനെയൊക്കെ സ്കൂളിൽ പറഞ്ഞയച്ചല്ല, കുട്ടികളെ സ്കൂളിൽ പറഞ്ഞയച്ച് ഭർത്താവിനെയൊക്കെ ജോലിക്ക് പറഞ്ഞയച്ച് എനിക്കൊരു 11-17 എനിക്ക് സ്വസ്ഥത ഉണ്ടാവുക എന്നുണ്ടെങ്കിൽ 11-17 എടുത്താൽ മതി. അപ്പൊ അല്ലാണ്ട് രാവിലെ 6 മണിക്കാണ് എണീറ്റിട്ട് ഞാൻ 3 മണിക്കൂർ പിന്നെ ദേവി മഹാത്മ്യം ചെല്ലാൻ പോവുകയാണ്, ഒരാൾ എന്നെ ശല്യം ചെയ്യരുത് എന്ന് പറഞ്ഞ് ഭർത്താവിനെയും കുട്ടികളെയും ഒക്കെ നോക്കാതെ പറയുന്നുണ്ട്. മുന്നോട്ട് പോണ സമയത്ത് നമ്മൾ പറയുന്നുണ്ട് എന്താണ് നമ്മുടെ ധർമ്മം എന്താണ് എന്നൊക്കെ പറയുന്നുണ്ട്. ചെയ്യേണ്ടത് ചെയ്യാതിരിക്കുന്ന അവസ്ഥയെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അതൊന്നും ഈശ്വരാരാധനയായിട്ട് പെടുത്താൻ പറ്റില്ല. അപ്പൊ പല ആൾക്കാരും നമ്മുടെ ക്ലാസ്സിലൊക്കെ വരുന്ന ആൾക്കാര് ഭയങ്കര ഉത്സാഹികളായിട്ട് വരും. ക്ലാസ് ഒക്കെ കേട്ടോടണം എന്നാൽ പിന്നെ ഈ ആഴ്ച തന്നെ എൻലൈറ്റ്മെന്റ് കിട്ടിക്കളയാം എന്ന് വിചാരിച്ച് പിന്നെ കുടുംബത്തെയൊക്കെ ഒഴിവാക്കി പൂജാമുറി കയറി വാലടച്ച് പൂജ ചെയ്ത് അവസാനം ഭർത്താവും വീട്ടുകാരൊക്കെ തെറ്റി ആകെ കൂടി പ്രശ്നമായിട്ട് എൻ്റെ അടുത്ത് തന്നെ കൗൺസിലിങ്ങിന് വരും. അപ്പൊ ഞാൻ അവസാനം പറയലുണ്ട് 40 മിനിറ്റിലധികം ഞാൻ അങ്ങനെ ഒരു 10 വർക്കിന്റെ അവസ്ഥ വരെ വന്ന്
ശിഷ്യന്മാര് 40 മിനിറ്റിലധികം നാമം ജപിക്കാൻ പാടില്ല എന്ന് വരെ പറയേണ്ട അവസ്ഥ വരെ നാട്ടുകാരുണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഈ കുടുംബത്തിലെ ആൾക്കാരെയൊക്കെ ഉപേക്ഷിച്ചിട്ട് ഇതൊക്കെ ഒഴിവാക്കിയിട്ട് പൂജാമുറിയിൽ അടച്ചിട്ടിരുന്ന് ദേവീനെ പ്രത്യക്ഷപ്പെടുത്തി കളയാം എന്ന് വിചാരിക്കരുത്. അപ്പൊ അതൊക്കെ നമ്മളെ ജീവിതത്തിന്റെ ഭാഗമാണ്. നമ്മളൊക്കെ ഗൃഹസ്ഥന്മാരാണ്. അപ്പൊ അതിന്റെ കൂടെ വേണം ഇതൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അപ്പൊ അതിനനുസരിച്ച് നമ്മൾക്ക് ചെയ്യാം. ഒരു സ്ഥിരമായി സമയം കണ്ടെത്തുന്നത് നല്ലതാണ്. ഇപ്പൊ രാവിലെയോ വൈകുന്നേരോ എപ്പോഴെങ്കിലും ഒന്ന് ചെയ്യാം. സുഖമായിട്ടിരിക്കണം എന്നുള്ളതാണ് വിഷയം. അപ്പൊ സുഖമായിട്ടിരിക്കുക എന്ന് പറയുമ്പം ഏറ്റവും നല്ലത് ചമ്രം പടിഞ്ഞിരിക്കുന്നതാണ്. അപ്പൊ പണ്ട് മുതലേ ചമ്രം പടിഞ്ഞാണ് ആൾക്കാർക്ക് ഇരിക്കല്. അപ്പൊ തീരെ വയ്യാന്നുള്ള ആൾക്കാർക്ക് വേണമെങ്കിൽ അതിൽ മാറ്റി പിടിക്കുകയൊക്കെ ചെയ്യാം. പക്ഷെ നമ്മളൊക്കെ അങ്ങനെ ശീലിക്കേണ്ട ആൾക്കാരാണ്. ഇനിയിപ്പോ മുട്ടിന്റെ ചിരട്ടയ്ക്ക് ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ ആൾക്കാരാണെങ്കിൽ അവർക്ക് ഞാൻ ചെറിയൊരു ഇളൊക്കെ തരാം. അപ്പൊ ഇനി ഓപ്പറേഷൻ വരണ്ടാന്നുണ്ടെങ്കിൽ ഇത് കുറച്ച് നിലത്തിരുന്ന് ശീലിച്ചാൽ മതി. അതൊരു വഴിയുണ്ടല്ലോ. അപ്പൊ നിലത്തിരിക്കുമ്പോ എന്ത് ചെയ്യാം? നിലത്തിരിക്കുമ്പോ ഏറ്റവും സുഖമായിട്ട്, പണ്ട് കരിമ്പടം എന്ന് പറയുന്ന ഒരു സാധനം കിട്ടും. ഇന്ന് അതങ്ങനെ കാണാനില്ല. പണ്ട് കരിമ്പടമൊക്കെ വീട്ടിലൊക്കെ ഉണ്ടായിരുന്നു. ഇന്നിപ്പോ അതൊക്കെ മാറിയിട്ട് ഇന്നിപ്പോ വേറെ പല ഫോമുകളൊക്കെ ഉള്ളത്. അപ്പൊ കരിമ്പടാണ് ഏറ്റവും നല്ല ഇരിക്കാൻ വേണ്ടിയിട്ട്. ഏറ്റവും നല്ല പുൽത്തോലാണ്. പക്ഷെ അത് സംഘടിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ 10 കൊല്ലത്തേക്ക് ജാമ്യം കിട്ടില്ല. നിങ്ങൾ ആത്തിരിക്കേണ്ടി വരും. അതുപോലെ മെനക്കെടണ്ട. ഇത് വാങ്ങിയാൽ മതി. കമ്പിളി നല്ലതാണ്. കമ്പിളിയില് ചമ്മരം പണിഞ്ഞിരിക്കുമ്പോൾ കമ്പിളിക്ക് ചൂടുണ്ട്. പാതഞ്ജലി പറഞ്ഞിട്ടുണ്ട്, സ്ഥിര സുഖമാസനം. സുഖമായിട്ട് ഇരിക്കാൻ പറ്റണം. ചമ്മരം പണിഞ്ഞിരിക്കുമ്പോൾ എന്താ പ്രത്യേകത? ചമ്മരം പണിഞ്ഞിരിക്കുന്ന സമയത്ത് നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ കാലിലേക്ക് അധികം പോകില്ല. കാലിങ്ങനെ മടങ്ങിയിരിക്കുന്നുണ്ട്. മുകളിലേക്ക് എന്നാൽ ബ്ലഡിന് പോകാണ്ടിരിക്കാനും പറ്റില്ല. അപ്പൊ ബ്ലഡ് എന്നാലും വെറുതെ ഇരിക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് നേരെ നമ്മളെ ബ്രെയിനിലേക്ക് പോകും. അപ്പൊ ബ്രെയിനിലേക്ക് ബ്ലഡ് പോകുമ്പോൾ ബ്രെയിനിലെ സെല്ലുകളൊക്കെ വളരെ ആക്റ്റീവ് ആവുകയും നമ്മളെ ബോധവും ബുദ്ധിയും ഒക്കെ കുറച്ച് വികസിക്കുകയും ചെയ്യും. അതുകൊണ്ട് പണ്ട് കുട്ടികളൊക്കെ നിർബന്ധമായി നിലത്തിരുത്തിയിട്ടാണ് നിലത്തിരിക്കുക. പഠിക്കാനും എല്ലാത്തിനും നിലത്തിരിക്കുക. വളരെ അടുത്ത കാലത്ത് നമ്മുടെ നാട്ടില് ഭക്ഷണം കഴിക്കാനൊക്കെ ഡൈനിങ് ടേബിളൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങി. ഇപ്പോഴും ഉത്തരേന്ത്യയിലും തമിഴ്നാട്ടിലൊക്കെ ആൾക്കാർ ഭക്ഷണം കഴിക്കാൻ നിലത്ത് തന്നെ ഇരിക്കുക. പല സ്ഥലത്തും ഡൈനിങ് ടേബിൾ ഒന്നും ഇല്ലായിരുന്നു. അപ്പൊ അത് വളരെ അടുത്ത കാലത്ത് വന്ന ഒരു സംസ്കാരത്തിന്റെ ഭാഗമായിട്ടാണ്. വീട്ടിൽ നമ്മൾ മാത്രമാണെങ്കിൽ, എന്റെ വീട്ടിലൊക്കെ എപ്പോഴും ഞങ്ങള് വീട്ടുകാർ മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ എല്ലാവരും കൂടി നിലത്ത് ഇങ്ങനെ പടിഞ്ഞിരുന്ന് ചമ്മറ പടിഞ്ഞിരുന്നിട്ട് ഇങ്ങനെ കഥയൊക്കെ പറഞ്ഞ് എല്ലാവരും കൂടി ഭക്ഷണം കഴിക്കുക. എന്തൊരു സുഖാന്ന് അറിയാം അങ്ങനെ ഭക്ഷണം കഴിക്കുക. അപ്പൊ നാമം ജപിക്കുന്നത്, ഭക്ഷണം കഴിക്കുന്നത്, കഥ പറയുന്നത് ഒക്കെ ചമ്മറം പടിഞ്ഞിരുന്ന് അങ്ങനെ ശീലിക്കുക. കുട്ടികൾ എപ്പോഴേ അങ്ങനെ ശീലിപ്പിക്കാം. കാലിൽ അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ കാലിലേക്ക് ഈ ബ്ലഡിന്റെ സർക്കുലേഷൻ കുറച്ച് കുറയും. അതുകൊണ്ട് പേടിക്കാനൊന്നുമില്ല. കുറച്ച് കഴിഞ്ഞ് കാല് നൂർത്തുമ്പോൾ ബ്ലഡ് അങ്ങോട്ട് പോവുകയും ചെയ്യും. അവിടെ കുറേ നേരം ചമ്മറം പടിഞ്ഞിരിക്കുമ്പോൾ ചിലപ്പോൾ കാലിനൊരു തരിപ്പുള്ള മാതിരി, ഇതിന്റെ കാലല്ലേ എന്നൊക്കെ നമുക്ക് തോന്നും. കാലിനൊരു നെക്കി നോക്കുമ്പോൾ ഒന്നും അറിയണ്ടാവില്ല. അപ്പൊ നമ്മൾ എനിക്ക് കാല് ധരിച്ചു പോയല്ലോ എന്ന് പറയും. ധരിച്ചു പോയതല്ല, കുറച്ചു നേരമായിട്ട് ബ്ലഡ് അങ്ങോട്ട് സർക്കുലേറ്റ് ചെയ്യുന്നില്ല. ആ ബ്ലഡും കൂടി തലയിലേക്കാണ് പോണത്. അതുകൊണ്ട് പഠിക്കുന്ന സമയത്തൊക്കെ ചമ്രം പടിഞ്ഞിരുന്ന് പഠിച്ചാൽ വളരെ നല്ലതാണ്. പിന്നെ അതുമല്ല, ചമ്രം പടിഞ്ഞിരിക്കുന്ന സമയത്ത് നമുക്ക് കുറച്ചുകൂടി നട്ടല് നിവർത്തിരിക്കാൻ പറ്റും. ആ നട്ടല് കുറച്ചു കാലമായിട്ട് നമുക്ക് ഇല്ലാത്തൊരു സാധനമാണ്. ഉണ്ട് എന്നുള്ളത്, ആകെ നട്ടലുണ്ട് എന്ന് മനസ്സിലാകുന്ന, നട്ടലിന് വേദന വരുമ്പോൾ ഡോക്ടറെ അടുത്ത് പോകുമ്പോഴാണ് ഡോക്ടർ പറയുക ഇത്രയും കാലമായിട്ട് നിങ്ങൾക്ക് നട്ടലുണ്ടായിരുന്നു, അത് അറിയാത്തതുകൊണ്ടാണ് എന്ന് നമ്മൾ മനസ്സിലാകുന്ന അപ്പോഴാണ്. അപ്പൊ ഇത് എനിക്ക് തോന്നുന്നില്ല ഹിന്ദുവിന് കുറച്ചു കാലമായിട്ട് നട്ടലുണ്ടെന്ന്. നട്ടലുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിന് പ്രതികരിക്കാൻ പറ്റണ്ടേ, അല്ലേ? അപ്പൊ അത് അടിയന്തരമായിട്ട് പുനഃസ്ഥാപിക്കേണ്ട ഒരു വസ്തുതയാണ് ഈ നട്ടല് എന്ന് പറയുന്നത്. അപ്പൊ നട്ടല് ഇടയ്ക്കൊക്കെ നിവർത്തിയിരിക്കണം. നട്ടല് നിവർത്തിയിരിക്കുമ്പോഴാണ് കുണ്ടലിനിയുടെ ബോധത്തിന്റെ വികാസമൊക്കെ ഉണ്ടാവുക. അപ്പൊ ചമ്രം അടിഞ്ഞ് ഇരുന്ന് സിദ്ധാസനത്തിലോ അർദ്ധപത്മാസനത്തിലോ പത്മാസനത്തിലോ അത്ര വേണ്ട, അത് ലേശം കുറച്ചു തരാം. അർദ്ധപത്മാസനത്തിലോ ഒക്കെ ഇരിക്കുക. അപ്പൊ പല ഉപാസനയ്ക്കും പല വിധാനം പറഞ്ഞിട്ടുണ്ടോ. ചില ക്രമത്തിലൊക്കെ കൂർമാസനത്തിൽ ഇരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. കൂർമാസനത്തിൽ ഇരുന്ന് പൂജ ചെയ്യാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. കൂർമാസനം എന്ന് പറഞ്ഞാല് ഒരു പ്രത്യേക ആസനമാണ്. അപ്പൊ അത് ചെയ്യാൻ ആൾക്കാർക്ക് ബുദ്ധിമുട്ടാണ്ട് ആൾക്കാർ പറഞ്ഞു കൂർമാസനത്തിലൊന്നും ഇരിക്കേണ്ട, ആമയെ പോലെ ഒരു പലക ഉണ്ടാക്കിയിട്ട് അതിന്റെ മുകളിൽ കയറി ഇരുന്നാൽ മതി. അങ്ങനെയാണ് ആമപ്പലകൊക്കെ ഉണ്ടായത്. അല്ലെ, മനുഷ്യന്മാർ ഓരോ ബുദ്ധിയെ. കൂർമാസനത്തിൽ ഇരുന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ കൂർമാസനത്തിൽ തന്നെ ഇരുന്ന് ചെയ്യണ്ടേ. അപ്പൊ അങ്ങനെയൊക്കെയാണ് നമ്മൾ ഓരോ വിധാനം കണ്ടുപിടിക്കുക. ഇനിയിപ്പോ കുറെ കാലം കഴിഞ്ഞാൽ ചിലപ്പോൾ പത്മാസനത്തിന്റെ മാതിരിയുള്ള പലകൊക്കെ വാങ്ങിക്കാൻ കിട്ടും. എന്നിട്ട് അതിന്റെ മുകളിൽ കുഷി ഇട്ടിട്ട് അത് ഇങ്ങനെ കസാലേന്റെ മുകളിലിട്ട് അതിന്റെ മുകളിൽ ഇരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. പത്മാസനത്തിൽ ഇരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് പത്മാസനത്തിന്റെ പലക വാങ്ങിയിട്ട് ആ കസാലേന്റെ മുകളിലിട്ട് അതിന്റെ മുകളിൽ ഞങ്ങൾ ഇരിക്കല് എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ടാവും. നമ്മൾ ഈ സൂത്രത്തില് പിന്നെ പണി ചെയ്യാൻ കണ്ടെത്തിയ ഒരു ഉപായങ്ങളാണ് അതൊക്കെ. അപ്പൊ കമ്പിളിന്റെ അകത്ത് പടിഞ്ഞിരുന്ന് ശീലിക്കാം.
2 ആഴ്ച 3 ആഴ്ച ഇരിക്കുമ്പോഴേക്ക് അത് നല്ല ശീലമാവും. ഒരുപാട് ഗുണമുണ്ട് അതുകൊണ്ട്. അപ്പൊ ആ സമയത്ത് കുറച്ചൊരു കാല് തെരിപ്പുണ്ടാവും, അത് കഴിഞ്ഞാൽ അതൊക്കെ നേരെയാവും. അപ്പൊ ഇരിക്കേണ്ടത് എങ്ങനെയാണ് സമയം നമുക്ക് തീരുമാനിക്കാം. ഒരേ സമയമാണ് നല്ലത്. അപ്പൊ ലേശം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയാലും അതിൽ വിഷമിക്കാനൊന്നുമില്ല എന്ന് പറയാം. ഇനി എങ്ങോട്ട് നോക്കിയാ ഇരിക്കേണ്ടത് എന്ന് ചോദിച്ചാല്, നമുക്ക് സ്വാതന്ത്ര്യം ഉണ്ട്, എങ്കിലും പൊതുവെ ഒരു ക്രമം ഉണ്ടാവില്ലേ ഇതിനൊക്കെ. അപ്പൊ പ്രത്യേകിച്ച് ഗൃഹസ്ഥന്മാരോടൊക്കെ പറഞ്ഞത് കിഴക്കോട്ട് നോക്കിയിരിക്കാനാണ്. സൂര്യന്റെ പ്രഭവ സ്ഥാനം കിഴക്കായതുകൊണ്ട് സമൃദ്ധിയും ഐശ്വര്യവും ഒക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ട് കിഴക്കോട് നോക്കിയിരുന്ന് ജപിച്ചാല്. എന്നാലോ മോക്ഷമാണ് വേണ്ടത് എന്ന അഭിപ്രായമുള്ള ആൾക്കാരോടൊക്കെ വടക്കോട്ട് നോക്കിയിരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. എല്ലാ ബാക്കിയുള്ളവരോട് പടിഞ്ഞാറോട്ട് നോക്കിയിരുന്നോളാൻ പറഞ്ഞിട്ടുണ്ട്. തെക്കോട്ട് നോക്കിയിരിക്കാൻ വിധാനമില്ല. ഇനിത് മൂന്നും പറ്റിയില്ലെങ്കിൽ അങ്ങോട്ട് നോക്കിയിരിക്കാന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ തെക്ക് ഏതാന്നൊക്കെ വടക്കും തെക്കും കിഴക്കും പടിഞ്ഞാറൊക്കെ മനസ്സിലാക്കി വെക്കണം. പലപ്പോഴും നമ്മളെ വീട്ടിലാണൊക്കെ നടക്കും, അപ്പൊ ഏതെങ്കിലും സ്ഥലത്ത് പോയാലൊന്നും അത് നടക്കണം എന്നില്ല. അപ്പൊ അവിടെയൊക്കെ നമുക്ക് ഇതിന്റെ അകത്ത് മാറ്റം വരുത്താം. ഒരു സ്വാതന്ത്ര്യം ഉണ്ട് എന്ന് പറയാം. പൊതുവെ ഇതാണ് നിയമം. ഒരു നിയമം പറയുമ്പോൾ നിയമല്ലേ പറയാൻ പാടില്ല എന്നുള്ളതുകൊണ്ടാണ്. പിന്നെ വേറെന്താ, ഇരുത്തം സുഖമായിട്ടിരിക്കണം, ശ്രദ്ധ ഉണ്ടാവണം. ഒരു വസ്ത്രം, അയഞ്ഞ ലളിതമായ വസ്ത്രം ധരിക്കാം. നമുക്ക് സുഖമായിട്ട് ഇരിക്കേണ്ടല്ലേ കുറച്ചു നേരം. അതുകൊണ്ട് കുളിച്ച് ശുദ്ധാവണം നിർബന്ധമൊന്നുമില്ല. നമുക്ക് നമ്മളെ ഫ്രഷ് ഒരു സുസ്ഥമായ അവസ്ഥ ഫീൽ ചെയ്താൽ മതി. പൊതുവെ കേരളത്തിലെ ആൾക്കാരൊക്കെ നന്നായി കുളിക്കുന്ന ആൾക്കാരായതുകൊണ്ട് നമുക്ക് കുളിച്ച് ശുദ്ധമായിട്ടെന്ന് പറയാം. കുളിച്ചില്ലെങ്കിലും ശുദ്ധം തന്നെയാണ്. കുളിച്ചോണ്ട് ശുദ്ധാവണം എന്ന് നിർബന്ധമില്ല. ഇരുന്ന് കഴിഞ്ഞാല് പുസ്തകം കയ്യിൽ വെച്ച് വായിക്കാൻ ബുദ്ധിമുട്ടാണ്, കുറച്ചധികം നേരം ചെല്ലാനുണ്ട്. അതുകൊണ്ട് ശ്രദ്ധ ഉണ്ടാവാൻ ലോകത്തിന് കേരളം സംഭാവന ചെയ്ത ഒരു സാധനമാണ് വ്യാസപീഠം എന്ന് പറയും. ഒരു വ്യാസപീഠോ ഒരു പീഠോ എന്തെങ്കിലുമൊക്കെ വെച്ച് അതിന്റെ മുകളിൽ പട്ടൊക്കെ വിരിച്ച് നമുക്ക് ആവശ്യമുള്ള ഉയരത്തിൽ വെച്ച് നമുക്ക് അതിൻ്റെ അകത്ത് പുസ്തകം വെച്ച് ചൊല്ലാം. ആവശ്യത്തിന് വെളിച്ചം ഉണ്ടാവണം, കണ്ണിന് ബുദ്ധിമുട്ടുണ്ടാവരുത്. കുറച്ചേറെ സുഖമായിട്ട് അങ്ങനെ ഇരിക്കാൻ പറ്റണം. ഇന്ദ്രിയങ്ങളെ നമ്മൾ അതിൽ പങ്കെടുപ്പിക്കണം. ഇന്ദ്രിയങ്ങളെ പങ്കെടുപ്പിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ കാണുകയും ചെയ്യണം, നോക്കി വായിക്കണം. എത്ര ബൈഹാർട്ടാണെങ്കിലും നമ്മൾ നോക്കിയിട്ട് വായിക്കാവും. കാരണം എന്താ, കണ്ണിനെ എൻഗേജഡ് ആക്കണം. അല്ലെങ്കിൽ കണ്ണ് വേറെ എന്തെങ്കിലും ചന്തന്തിരിക്കൂടോ, അപ്പുറത്തെ വീട്ടിലെ ആൾക്കാർ ടി വി വെക്കുന്നോ, അതിന്റെ അപ്പുറത്തെ വല്യമ്മ ആടുന്ന എന്തെങ്കിലും അലക്കുന്നതോ ഇതൊക്കെ നോക്കി ഇങ്ങനെ നിൽക്കും. കണ്ണിന്റെ വഴിക്ക് പോകും. നേരെ മറിച്ചുമ്പോൾ ഇങ്ങനെ പുസ്തകത്തിൽ വരി നോക്കുകയാണെങ്കിൽ കണ്ണ് എൻഗേജഡ് ആയി. പിന്നെ ചെവീനെ എൻഗേജഡ് ആക്കാൻ നമ്മൾ ചൊല്ലണ സമയത്ത് കുറച്ച് ഉറക്കം ചെല്ലിയാൽ മതി. അധികം ഉറക്കം ജപിക്കരുത്, എന്നാൽ അധികം ഒച്ച കുറച്ചും ആവരുത്. നമ്മൾക്ക് കേൾക്കാൻ പാകത്തിന്. അത് നമുക്ക് അറിയാലോ. അപ്പൊ 2 ഗുണമുണ്ട്, ചൊല്ലണ ഗുണമുണ്ട്, കേൾക്കണ ഗുണമുണ്ട്. അപ്പൊ 3 ഗുണമായി. ചൊല്ലണ ഗുണമുണ്ട്, കേൾക്കണ ഗുണമുണ്ട്, കാണുന്ന ഗുണമുണ്ട്. അതുപോലെ തന്നെ ആ മൂക്കിനെ നമുക്ക് ഒരു ഇന്ദ്രിയമാണ് മൂക്ക് എന്നുള്ളതുകൊണ്ട് നമുക്കറിയാം ഒരു ദുർഗന്ധമുള്ള സ്ഥലത്ത് ഇരുന്ന് നമുക്ക് സ്വസ്ഥമായിട്ട് ജപിക്കാൻ സാധിക്കില്ല. അപ്പൊ അതിന് നല്ല ഒരു ചന്ദനത്തിരിയോ അല്ലെങ്കിൽ അങ്ങനെ പിന്നെ അഷ്ടഗന്ധോ എന്തെങ്കിലും ഒന്ന് പുകയച്ച് വെക്കാം. ഏറ്റവും കംഫർട്ടായിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റുന്ന സാഹചര്യം വേണം. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ ചന്ദനത്തിരിയൊക്കെ വാങ്ങുന്ന സമയത്ത് നല്ല ചന്ദനത്തിരിയൊക്കെ നോക്കി വാങ്ങുക. കാരണം ഇപ്പൊ സകല നമ്പൂരിമാർക്കും ഈ വില കുറഞ്ഞ് കിട്ടുന്ന ചന്ദനത്തിരിയൊക്കെ അമ്പലക്കാർ വാങ്ങിക്കൊടുത്ത് അതെല്ലോടി ശ്രീകോലി പുകച്ച് അതൊക്കെ ശ്വസിച്ചിട്ട് മറ്റേ പരസ്യത്തിൽ പറയുന്നുണ്ടല്ലോ, ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ്. അതുപോലെ സകല നമ്പൂരിമാരുടെ ശ്വാസകോശം സ്പോഞ്ച് പോലെ ആയതുകൊണ്ട് ഈ സിഗരറ്റ് വലിച്ചാൽ മാത്രമല്ലല്ലോ ഈ സ്പോഞ്ചിൽ കയറുക, ചന്ദനത്തിരി വലിച്ച് കഴിച്ചാലും സ്പോഞ്ചിൽ കയറുമല്ലോ. അങ്ങനെ സകല ആൾക്കാർക്കും പിന്നീട് അസുഖം വന്നിട്ടുണ്ട്. അതുകൊണ്ട് നല്ല അഷ്ടഗന്ധമൊക്കെ നല്ലതാണ്. അപ്പൊ കുറച്ചുകൂടി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അഷ്ടഗന്ധമൊക്കെ പുകയ്ക്കാം, കുറെ ഗുണമുണ്ട്. അതുകൊണ്ട് അങ്ങനെ നല്ല കാര്യങ്ങളൊക്കെ പുകയ്ക്കാം, നല്ലൊരു അന്തരീക്ഷം ഉണ്ടാവുക. അപ്പൊ മൂക്കിനെ എൻഗേജിലാക്കി, മൂക്കിനെ ഇങ്ങനെ എൻഗേജഡ് ആയാല് അതും വളരെ ഹാപ്പി ആയി. അപ്പൊ കണ്ണ് കാത് ഒക്കെ വളരെ കംഫർട്ടായി. അപ്പൊ ഡ്രസ്സ് ശ്രദ്ധിക്കാൻ പറഞ്ഞത് എന്താ വെച്ചാല് ഈ ശരീരത്തെ നമ്മുടെ ത്വക്കിനെ അതിൽ വലിയ ബുദ്ധിമുട്ടില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ 5 കാര്യങ്ങളെ നമ്മൾ എൻഗേജിലാക്കി സുഖമായിട്ടിരുന്നു. ആവശ്യത്തിന് വിളിച്ചോണ്ട് നമ്മളെ ആരും വിളിക്കാൻ നിൽക്കുന്നില്ല.
അപ്പുറത്തെ ആളോട് 5 മിനിറ്റ് കൊണ്ട് വരാന്ന് പറഞ്ഞിട്ടല്ല നമ്മൾ ഇരിക്കുന്നത്. ഫോണൊക്കെ പറ്റുന്നുണ്ടെങ്കിൽ സൈലന്റ് മോഡിൽ വെക്കുക. അപ്പൊ ആരും വിളിക്കാനൊന്നുമില്ല, വീട്ടിലൊക്കെയാണ് ഞാനൊരു അരമണിക്കൂർ ജപിക്കാൻ പോവാണ് എന്ന് പറഞ്ഞ് ഏൽപ്പിക്കാം. അങ്ങനെ സുഖമായിട്ട് നമ്മളേതായ ഒരു ലോകം ജീവിതത്തിൽ ഒരു ദിവസം ഒരര മണിക്കൂറെങ്കിലും നിങ്ങൾ ഇങ്ങനെ ഇരിക്കണം, നിങ്ങളേതായ ഒരു ലോകത്തിരിക്കണം. അത് മാത്രമാണ് നമ്മൾ നമുക്ക് വേണ്ടി ചെലവാക്കുന്ന സമയം. ബാക്കിയുള്ളതൊക്കെ നമ്മൾ നാട്ടുകാരെ കുറിച്ച് ചിന്തിക്കാൻ വേണ്ടി ചെലവാക്കുന്ന സമയമാണ്. ഓർക്കും യാതൊരു ഗുണവുമില്ല, നമുക്കും യാതൊരു ഗുണവുമില്ല. ഇത് നമ്മൾക്ക് വേണ്ടി ചെലവാക്കുന്ന ചിന്തിക്കുന്ന സമയമാണ്. അതുകൊണ്ട് അതിന് വളരെ പ്രാധാന്യം കൊടുക്കുക. ഇത്രയും ശ്രദ്ധിക്കുക. പിന്നെ രീതി മന്ത്രങ്ങളായതുകൊണ്ട് ശീഘ്രി എന്ന് പറയും രീതി ഇല്ലേ അതിന്. നമുക്ക് സംഗീതാത്മകമായിട്ട് ചെല്ലട്ടോ, അത് കേൾക്കാനൊരു സുഖമൊക്കെയാ. സംഗീതാത്മകമായിട്ട് നമുക്ക് ആസ്വദിക്കാനൊരു സുഖം. പക്ഷെ സാധനയ്ക്ക് അത് പറ്റില്ല. ഉപാസനയ്ക്ക് വളരെ ഒരു രീതി പാടില്ല, ഒരു ക്രമം അനുസരിച്ച് ചെല്ലണം. ശീഘ്രി, വേഗത്തിൽ ഇരിക്കരുത്. ഇപ്പൊ പല സ്ഥലത്തും പോയാൽ കാണാം സമയമല്ല, അതുകൊണ്ട് വേഗം ചെല്ലി തീർക്കട്ടെ എന്നുള്ള ചെല്ലാതിരിക്കാണ്ട്. കാരണം ഈ അക്ഷരങ്ങള് തമ്മില് ഒരു അകലുണ്ട്. അത് വേഗത്തില് അതിലധികം സ്പീഡില് ദേവി മഹാത്മ്യം ചെല്ലിയ രോഗം ഉണ്ടാവും. വളരെ നല്ല ചെല്ലിയാലോ അത് സമ്പത്തിനെ ഇല്ലാതാക്കും. അപ്പം വളരെ വേഗത്തിൽ ചെല്ലരുത്, വളരെ സാവധാനം ചെല്ലരുത്, വളരെ ഉറക്കുകയും ചെല്ലരുത്, വളരെ പതുക്കുകയും ചെല്ലരുത്. സ്വസ്ഥമായിട്ട് രീതിയിൽ ചെല്ലരുത്. അതിനൊരു ക്രമമുണ്ട്. അതുകൊണ്ടാണ് ഇതൊക്കെ ഒരു ഗുരുനാഥന്റെ കീഴിൽ പഠിക്കണം എന്ന് നമ്മൾ പറയുന്നത്. ശബ്ദം നമ്മൾ കേൾക്കുന്ന രീതിയിലായിരിക്കണം. പിന്നെ പല ക്രമത്തിൽ നമുക്ക് ദേവി മഹാത്മ്യം ചെല്ലാം. ഒരു ക്രമം പറയുന്നത് 3-4 ക്രമം ഞാൻ പറയാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ക്രമം നിങ്ങൾക്ക് സ്വീകരിക്കാം. ഞാൻ അങ്ങനെയാണ്, ഞാൻ എല്ലാത്തിനും ചോയ്സ് കൊടുക്കും. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എടുക്കാനാണ്. ഇവിടെ അങ്ങനെ ഇത് മാത്രമേ ചെല്ലാൻ പാടുള്ളൂ നിർബന്ധമൊന്നുമില്ല. ഒന്നെങ്ങനെയാ? നമ്മൾക്ക് കവചം, അർഗളം, കീലകം ഇത് 3 ചൊല്ലിയിട്ട് നേരിട്ട് 13 അധ്യായങ്ങൾ ചൊല്ലാനുള്ള ഒരു നിയമമുണ്ട്. അർഗളം, കീലകം, കവചം, അർഗളം, കീലകം ചൊല്ലി 13 അധ്യായം ചെല്ലാം. അവസാനം രഹസ്യത്രയങ്ങൾ ചൊല്ലിയിട്ട് അവസാനിപ്പിക്കാം. 3 രഹസ്യങ്ങളുണ്ട്. ആ 3 രഹസ്യങ്ങൾ ചൊല്ലിയിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. കവചം മാത്രം ചൊല്ലുന്നൊരു ക്രമമുണ്ട്. കവചം മാത്രം ചൊല്ലിയിട്ട് നമുക്ക് ദേവി മഹാത്മ്യത്തിലെ 13 അധ്യായങ്ങൾ ചൊല്ലാനുള്ള ഒരു ക്രമമുണ്ട്. യാഗത്തിനൊക്കെ ചെയ്യുന്ന സമയത്ത് ദശാംഗങ്ങളൊക്കെ വേണം. പക്ഷെ സാമാന്യം പാരായണ വിധിയാണ് പറയുന്നത്. അതുപോലെ നവാക്ഷരി മന്ത്രദീക്ഷ ഉള്ള ആൾക്കാർക്ക് ഒരു ക്രമമുണ്ട്. അത് ദീക്ഷയായിട്ട് ഉള്ള ആൾക്കാർക്ക് മാത്രമുള്ള ക്രമമാണ്. നവാക്ഷരി 108 ജപിക്കുക, നേരിട്ട് ദേവി മഹാത്മ്യം 13 അധ്യായങ്ങൾ ചൊല്ലുക, അവസാനം 108 നവാക്ഷരി ജപിക്കുക. അതൊരു രണ്ടാമത്തെ ക്രമമാണ്. 3 ക്രമം പറഞ്ഞു അല്ലേ? ഒന്ന് കവചം മാത്രം ചൊല്ലിയിട്ട് ചെല്ലാന്നുള്ള ക്രമം പറഞ്ഞു. ആദ്യം അവസാനം കവചം ചൊല്ലി ഇടയിൽ ദേവി മഹാത്മ്യം ജപിക്കുക. രണ്ടാമത്തത് കവചം, അർഗളം, കീലകം, ദേവി മഹാത്മ്യം, വീണ്ടും കവചം, അർഗളം, കീലകം. വേറൊരു ക്രമമുള്ളത്, ദീക്ഷ ഉള്ളവര് നവാക്ഷരി നവാർണ വിധിയോടുകൂടി 108 നവാക്ഷരി മന്ത്രം ജപിച്ച് പാരായണം ചെയ്ത് അവസാനം വീണ്ടും നവാർണ വിധിയോടുകൂടി അത് അവസാനിപ്പിക്കാം. പിന്നീടുള്ളത് 3 ദിവസം കൊണ്ട് ചൊല്ലുന്ന രീതിയാണ്. അതില് പ്രഥമ ചരിതം, ദ്വിതീയ ചരിതം, തൃതീയ ചരിതം. ഒന്നാമത്തെ പ്രഥമ ചരിതവും അടുത്ത ദിവസം ദ്വിതീയ ചരിതവും, ഉത്തമ ചരിതവും 3-ാം ദിവസം, 2-ാം ദിവസം മധ്യമ ചരിതവും ഉത്തമ ചരിതവും എന്നുള്ള നിലയ്ക്ക് ചെയ്യാം. അതിൽ 1, 2, 2, 3, 4 മധ്യമ ചരിതം, 5 മുതൽ 13 വരെ ഉത്തമ ചരിതം. ഈ 3 ദിവസമായിട്ട് ചെല്ലാൻ പറ്റുന്ന രീതിയുണ്ട്. 7 ദിവസമായിട്ട് ചെല്ലുന്നതിനെയാണ് പാഠോയം വിപ്രകാര എന്ന ഉള്ള പരൽസംഖ്യയായിട്ട് പറഞ്ഞിട്ടുള്ളത്. പാഠോയം വിപ്രകാര എന്ന് പറയുന്ന രീതിയിൽ പാഠോയം 1, 2, 1
ഒന്നാം അധ്യായം 1-ാം ദിവസം, 2-ാം ദിവസം 2 അധ്യായം, പാഠം 3-ാം ദിവസം 1 അധ്യായം, 4-ാം ദിവസം 4 അധ്യായം, 5-ാം ദിവസം 2, 6-ാം ദിവസം 1, 7-ാം ദിവസം 2 അധ്യായം. അങ്ങനെ പാഠോയം ഇപ്രകാര എന്നുള്ള രീതിയിൽ ചൊല്ലാവുന്നതാണ്. എല്ലാത്തിന്റെ കവചം, ആദ്യം കവചവും അവസാനം മൂർത്തിത്രയങ്ങൾ ചൊല്ലണം. ഇനി ഇതിലൊന്നും ഇല്ലാതെ ഒറ്റ ക്രമമുണ്ട്. അത് ഒരു ക്രമമാണ്. 13 അധ്യായം മാത്രം അങ്ങ് ചെല്ലുകയും ചെയ്യാം. പക്ഷെ അത് നമ്മൾ എടുക്കേണ്ടില്ല. കുറച്ചുകൂടി ഒരു ക്രമം ആദ്യം പറഞ്ഞ ക്രമങ്ങളൊക്കെയാണ്. ഇങ്ങനെയൊക്കെ വിവിധ ആചാര്യന്മാർ അഭിപ്രായം പറഞ്ഞു വെച്ചിട്ടുണ്ട്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു അധ്യായം ചൊല്ലാൻ തുടങ്ങിയാൽ നമ്മൾ അത് പൂർത്തീകരിച്ചിട്ടേ എഴുന്നേൽക്കാൻ പാടില്ല. എന്തെങ്കിലും ആവശ്യം വന്നാൽ, ഇപ്പൊ വെള്ളം കുടിക്കണ്ടോ വന്നാൽ, അറ്റാക്കൊക്കെ വന്നാൽ നിങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് എഴുന്നേറ്റ് പോയിക്കൊള്ളി. അതല്ലാതെ അപ്പൊ ആരെങ്കിലും ഒക്കെ വിളിക്കുകയോ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ നമുക്ക് സമയം എടുത്തിട്ട് പോയി വരാം. ഒരു ഇനി അഥവാ നിങ്ങൾ എഴുന്നേൽക്കേണ്ടി വന്നാൽ അത് ആദ്യം മുതൽ വീണ്ടും സ്റ്റാർട്ട് ചെയ്യണം. എന്തെങ്കിലും അത്യാവശ്യമൊക്കെ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അത് ക്യാൻസൽ ചെയ്തിട്ട് നമുക്ക് ആദ്യം മുതൽ ചെയ്യണം എന്ന് മാത്രമേ ഉള്ളൂ. ഇതൊക്കെയാണ് പാരായണത്തെ കുറിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അപ്പൊ ഇത്രയേ ഉള്ളൂ. എങ്ങനെയാണ് ദേവീ മഹാത്മ്യം ചൊല്ലേണ്ടത്, ചെല്ലുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, കുറെ പേര് ചോദിച്ചുകൊണ്ട് അത് ഒന്ന് ഉത്തരം പറഞ്ഞാണ്. ഇനി നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കടക്കാം. അപ്പം ദേവീ മഹാത്മ്യം എവിടെയാണ് നടക്കുന്നത്, അല്ലെങ്കിൽ എവിടെയാണ് ആരംഭിക്കുന്നത്? ജൈമിനി മഹർഷി മൃഗണ്ടുവിന്റെ പുത്രനായ മാർക്കണ്ഡേയനോട് ചോദിക്കുന്നതാണ് ദേവിയുടെ കഥകൾ പറഞ്ഞു തരാൻ വേണ്ടിയിട്ട്. ഒന്നാമത്തെ അതിന് മാർക്കണ്ഡേയൻ കൊടുക്കുന്ന ഉത്തരമാണ് ദേവി മഹാത്മ്യം. അതുകൊണ്ട് ഒന്നാമത്തെ ശ്ലോകത്തിന്റെ അർത്ഥം തന്നെ, ഒന്നാമത്തെ ശ്ലോകം ആരംഭിക്കുന്നത് നമുക്കറിയാം, മാർക്കണ്ഡേയ ഉവാച എന്നാണ്. മാർക്കണ്ഡേയൻ പറഞ്ഞു എന്നതാണ്. പറഞ്ഞു പറയപ്പെട്ടത്, മുമ്പ് കാലങ്ങളിൽ പറഞ്ഞു വന്നത് എന്നുള്ള രീതിയിലൊക്കെ ഉവാച, അബ്രവീത്, അവോചത് എന്നുള്ള വാക്കുകളൊക്കെ ഉപയോഗിക്കാറുണ്ട്. ചില സ്ഥലത്ത് അബ്രവീത് എന്നാണ് കാണുക, ചില സ്ഥലത്ത് അവോചത് എന്നാണ് കാണുക, പല സ്ഥലങ്ങളിലും ഉവാച എന്നാണ് പറയാ. അപ്പൊ ഇവിടെ മാർക്കണ്ഡേയ ഉവാച എന്നാണ് ഒന്നാമത്തെ മന്ത്രം. ഓം നമഃ ചണ്ഡികായ നമ. മാർക്കണ്ഡേയ വാച, മാർക്കണ്ഡേയൻ പറഞ്ഞു. എന്താണ് മാർക്കണ്ഡേയൻ പറഞ്ഞത്? സാവർണി സൂര്യതനയോ യോ മനു കഥ്യതേഷ്ടമാം നിശാമയ തതുത്പത്തിം വിസ്താരാത് ഗതതോ മമ. സാവർണി സൂര്യതനയോ, സൂര്യപുത്രനായ സാവർണി സൂര്യതനയോ യോ മനു കഥ്യതേ അഷ്ടമാ. എട്ടാമത്തെ മന്വന്തരത്തിന്റെ അധിപനായ സാവർണിയുടെ കഥ, എട്ടാമത്തെ മനു ആവാൻ പോകുന്ന ആളുടെ കഥ ഞാൻ പറഞ്ഞു തരാം. പറയുന്നത് എപ്പോഴാ? രണ്ടാമത്തെ മന്വന്തരത്തിലാണ്. രണ്ടാമത്തെ മന്വന്തരത്തിൽ, ഇത് ഏതാ മന്വന്തരം? ഇതേത് മന്വന്തര? കൈമ കാണിച്ചാൽ മതി. ഏഴാമത്തെ മന്വന്തരം. ഇതിന്റെ പേരെന്താ? വൈവസ്വത മന്വന്തരേ. അല്ലേ? നമ്മള് സങ്കല്പം എടുക്കുമ്പോൾ പറയാറില്ലേ, വൈവസ്വതേ മന്വന്തരേ അഷ്ടാവിംശതിതമേ ഒക്കെയാണ്. അടുത്ത ഇനി വരാൻ പോണ മനുവിന്റെ കാര്യമാണ് പറയണത്. ഇപ്പോഴും വന്നിട്ടില്ല. അടുത്ത മന്വന്തരത്തിന്റെ അധിപനായിരിക്കുന്ന സാവർണിയുടെ കഥ ഞാൻ നിനക്ക് പറഞ്ഞു തരാം എന്നുള്ളതാണ്. അപ്പൊ രണ്ടാമത്തെ മന്വന്തരത്തിൽ തീരുമാനിച്ചിട്ടുണ്ട് എട്ടാമത്തെ അധിപൻ ആരാണ് എന്നുള്ളത്. നമ്മൾ കഥയൊക്കെ പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ് തപസ്സുകൊണ്ട് ഞാൻ തപസ് ചെയ്ത എനിക്ക് എട്ടാമത്തെ മനുവാൻ പറ്റുമോ? തപസ്സുകൊണ്ട് എന്ത് സാധിക്കും എന്ന് പറഞ്ഞാല് പറ്റുന്നാണ് ഉത്തരം.
പക്ഷെ എട്ടാമത്തെ മനുവിനെ നേരത്തെ നിശ്ചയിച്ചു കഴിഞ്ഞു. അപ്പൊ എനിക്ക് മനുവാൻ പറ്റുമോ? അത് പറ്റൂല. ആ എന്താ നിങ്ങൾ രണ്ടു വർത്താനം പറയുന്നത്? ഒന്ന് പറയാ തപസ് കൊണ്ട് എന്ത് പറ്റുന്നത് പറയാ, എന്തും പറ്റും പക്ഷെ മനുവാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇല്ല, ഭയങ്കര ഒരു കോൺട്രഡിക്ഷൻ അല്ലേ? പറ്റും. എന്താ പറ്റും പറയാൻ കാരണം? എട്ടാമത്തെ മനു ആവേണ്ട ആള് നിങ്ങളല്ല എന്ന് ആര് പറഞ്ഞു? എട്ടാമത്തെ മനു ആവാൻ പോകുന്ന ആളും ഞാനും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. സോറി, യാതൊരു വ്യത്യാസവും ഇല്ല. രണ്ടും ഒന്ന് തന്നെയാണ്. ഞാൻ തന്നെയാണ് എട്ടാമത്തെ മന്വന്തരത്തിന്റെ അധിപനാവുന്ന സാവർണി എന്ന് പറയുന്ന എട്ടാമത്തെ അതുകൊണ്ടാണ് സാവർണി. എന്താണ് സാവർണി? സുവർണയുടെ പുത്രനാണ് സാവർണി. നമുക്ക് അങ്ങോട്ടൊക്കെ വരാം, എന്തുകൊണ്ടാണ് സാവർണി എന്ന് പേര് വന്നതൊക്കെ പറയാം. സൂര്യതനയോ, സൂര്യന്റെ പുത്രനാണ്. അപ്പൊ സൂര്യന്റെ പുത്രനായ സാവർണി, സൂര്യന് സാവർണി സൂര്യന്റെ പുത്രനാണ്. ഇത് പറയുന്നത് രണ്ടാമത്തെ മനുവിലാണ്. ചൈത്രവംശത്തില് ഉൽപ്പന്നമായിട്ടുള്ള ചൈത്രവംശ ഉദ്ഗതനായിട്ടുള്ള ആളാണ് സാവർണി. സരോജിഷ് ആണ് രണ്ടാമത്തെ മന്വന്തരു, രണ്ടാമത്തെ മനു എന്ന് പറയുന്നത്. അപ്പൊ അയാള് പേര് എന്തായിരുന്നു? സൂര്യന് സംജ്ഞ എന്ന് പറയുന്ന സംജ്ഞാദേവി, സംജ്ഞ എന്ന് പറയുന്ന ഒരു ദേവിയില് രണ്ട് പുത്രനും ഒരു പുത്രിയും ഉണ്ടായിരുന്നു. രണ്ട് ആൺകുട്ടികളും ഒരു പെൺകുട്ടിയുള്ളത്. ആരൊക്കെയാണ്? വൈവസ്വതൻ എന്ന പേരുള്ള ഒരു മോനും യമൻ എന്ന പേരുള്ള രണ്ടാമത്തെ കുട്ടി, യമുനാ നദി എന്ന പേരുള്ള ഒരു മോള്. സൂര്യനില് സംജ്ഞ എന്ന് പറയുന്ന ദേവതയ്ക്ക്, സംജ്ഞ എന്ന് പറയുന്ന ഒരു ഭാര്യയില്, ദേവത എന്ന് പറഞ്ഞൂടാ, സൂര്യന് സംജ്ഞ എന്ന് പറയുന്ന ഭാര്യയില് മൂന്ന് കുട്ടികളാണുള്ളത്. ആരൊക്കെയാ പേര്? യമൻ, വൈവസ്വതൻ, യമുന ദേവി. ആ വൈവസ്വതൻ നമ്മൾ വേറെ എവിടെ പരിചയമുണ്ടല്ലോ. ആ വൈവസ്വതന്റെ മന്വന്തരാണ് ഇപ്പൊ നടക്കുന്നത് അല്ലേ? ആ വൈവസ്വതന്റെ മനുവാണ് ഇപ്പം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ സംജ്ഞാദേവിക്ക് സൂര്യന്റെ അതിപ്രഭാവം സഹിക്കാൻ പറ്റാത്തതുകൊണ്ട് ആ പ്രഭാവത്തെ താപത്തെ ഒന്ന് കുറയ്ക്കാൻ വേണ്ടി സംജ്ഞാദേവി തപസ് ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെ ഭർത്താവിനെ വിളിച്ച് പറഞ്ഞു, നാളെ മുതൽ ഞാൻ ഒരു 6 മാസത്തേക്ക് ലീവാണ്, ഞാൻ തപസ് ചെയ്യാൻ പോവാണ്, എനിക്ക് ലീവ് അനുവദിക്കണം എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. കാരണം ഓരോ ആൾക്കാർക്ക് ഈ ഭാര്യ എന്ന് പറയുന്നത്, പലപ്പോഴും നമ്മളെ ഭാര്യത്തെ സംബന്ധിച്ച് ഭാര്യ, പലപ്പോഴും ആൾക്കാർ പറയാ കല്യാണം കഴിക്കണം എന്തിനാന്ന് വെച്ചാൽ വയസ്സാകുമ്പോൾ വെള്ളം തരാനാണ്, കുട്ടികളെ നോക്കാനാണ്, വീട്ടിൽ വരുമ്പോൾ ചായ ഉണ്ടാക്കി തരാനാണ് എന്നൊക്കെ പറയാറുണ്ട്. ഭാരതത്തിൽ അങ്ങനെ ഒരു അഭിപ്രായമില്ല. ഭർത്താവ് ചായ ഒക്കെ ഭർത്താവിന് ഉണ്ടാക്കാം. ഇടയ്ക്കൊക്കെ ഭാര്യ വരുമ്പോൾ ഒരു ഗ്ലാസ് ചായ ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യാം. അതിലൊന്നും തെറ്റൊന്നുമില്ല. ഒരു ഡ്യൂട്ടി അല്ല ഭാര്യ എന്ന് പറയുന്നത്. ഭാര്യ എന്ന് പറയുന്നത് ഒരു ധർമ്മമാണ്. വളരെ ദീർഘവീക്ഷണത്തോട് കൂടി വേണം കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട്. ഇല്ലെങ്കിൽ നമ്മൾ കല്യാണം കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു 1-2 കൊല്ലമൊക്കെ എങ്ങനെയെങ്കിലും ഒപ്പിച്ച് പോകുന്നല്ലാതെ പിന്നീട് വളരെ ബുദ്ധിമുട്ടാണ് കല്യാണം മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട്. പ്രത്യേകിച്ച് ഓരോ കൊല്ലം അങ്ങോട്ട് കഴിയുന്തോറും ഇതിങ്ങനെ ആ ബോണ്ടിങ് കുറഞ്ഞു വരുന്നതായിട്ടാണ് പലപ്പോഴും നമുക്ക് അനുഭവപ്പെടുക. പിന്നെ കുട്ടികൾ ഉണ്ടായി പോയതിന്റെ പേരിലും നാട്ടുകാരെന്ത് വിചാരിക്കുന്നുള്ളതിന്റെ പേരിലും പിന്നെ സ്വത്ത് ഭാഗവെക്കേണ്ടി വരും എന്നുള്ളതിന്റെ പേരിലും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നമാകുമല്ലോ, ഇനി വേറെ പെണ്ണിട്ടില്ല എന്നുള്ള പേരിൽ അയാളും ഇനി വേറെ ഭർത്താവിന് കിട്ടില്ല എന്നുള്ള അഭിപ്രായത്തിൽ ഭാര്യയൊക്കെ വേറെ അങ്ങനെ ഒരുമിച്ച് ജീവിച്ച് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ഒപ്പിച്ച് തള്ളി ഉന്തി കൊണ്ടുപോയി പോവുക ചെയ്യാം. അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ ഭാരതത്തിലെ വിവാഹ സംസ്കാരത്തിന്റെ കൺസെപ്റ്റ് മനസ്സിലാവാത്തതുകൊണ്ടാണ്. ഭാര്യയെ കൈചേർത്ത് പിടിക്കുമ്പോൾ ഭർത്താവ് വരൻ പറയുന്ന പേര് സഹധർമ്മശ്ചര്യതാം എന്നാണ്. നമുക്ക് ഒരുമിച്ച് ധർമ്മത്തെ ആചരിക്കാൻ വേണ്ടി എന്നാണ് പറയുന്നത്. അപ്പൊ ധർമ്മത്തെ ആചരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അവിടെ ഭാര്യയുടെ ജോലി അല്ല
ഭർത്താവിന് ശുശ്രൂഷിക്കുക എന്നുള്ളത് ഭാര്യയുടെ ധർമ്മമാണ്. അപ്പൊ ധർമ്മവും ജോലിയും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ജോലി ചെയ്താൽ നമുക്ക് മടുക്കും, ജോലി ഭയങ്കര ബുദ്ധിമുട്ടാണ്, ജോലി ക്ഷീണാണ്, ജോലി ചെയ്താൽ തീർന്ന് നമ്മുടെ അവസ്ഥ. പക്ഷെ ധർമ്മം ചെയ്യുന്ന സമയത്ത് നമുക്ക് ക്ഷീണം ഉണ്ടാവില്ല. അതെങ്ങനെയാന്ന് വെച്ചാല്, സ്വന്തം അമ്മയ്ക്ക് വയ്യാണ്ടായാല് നമ്മുടെ അമ്മേനെ എത്ര നോക്കിയാലും നമുക്ക് ഒരു കുഴപ്പം ഉണ്ടാവില്ല, കുറച്ചുകൂടി അമ്മേനെ അടുത്ത് നിൽക്കാൻ നോക്കുമ്പോൾ തോന്നും. നേരെ മറിച്ച് ഈ അല്ലെങ്കിൽ നമ്മളെ അമ്മേനെ ഒരു ഹോം നേഴ്സ് നോക്കാൻ വന്നാലോ, ആകെ നമ്മളോട് ഇങ്ങനെ പരാതി പറഞ്ഞുകൊണ്ടിരിക്കും. അതേ അവസ്ഥയാണ് നമ്മള് ഹോം നേഴ്സായിട്ട് ജോലി ചെയ്യുകയാണെങ്കിൽ ഒരു സ്ഥലത്ത് പോയാൽ നമുക്ക് എത്ര സമാധാനം ഉണ്ടാവില്ല. നേരെ മറിച്ച് നിങ്ങൾ സ്വന്തം കുട്ടികളെ ആലോചിച്ച് നോക്കൂ, കുട്ടികളെ അമ്മയ്ക്ക് എത്ര കളിപ്പിച്ചാലും മതിയാവില്ല. നാല് നഴ്സറി സ്കൂളിലെ ടീച്ചർ അവസ്ഥകൾ അറിയോ? എങ്ങനെയാ നഴ്സറി സ്കൂളിലെ ടീച്ചർ ഉച്ചയാക്കണം ടീച്ചർക്ക് മാത്രമേ അറിയൂ. അപ്പൊ നമ്മൾ വിചാരിക്കും ഞങ്ങള് കുട്ടികളെ കൂടെ എന്ത് രസമായിട്ട് കളിക്കുന്നത്, നിങ്ങൾക്ക് 10-20 കുട്ടികളെ കൂടെ രസമായിട്ട് കളിച്ചൂടെ എന്ന് ചോദിക്കും. അപ്പൊ ടീച്ചർ പറയും, ഇത് അത്ര രസമുള്ള ഇടപാടല്ല എന്ന് പറയും. എന്നാ ടീച്ചറെ മോളെ കുട്ടീനെ ടീച്ചർ കളിപ്പിക്കുകയും ചെയ്യും. എന്തുകൊണ്ടാണ് ടീച്ചറെ മോളെ കുട്ടീനെ വീട്ടിൽ നിന്ന് കളിപ്പിക്കുന്നോണം നഴ്സറി സ്കൂളിൽ വന്നാൽ കുട്ടികളെ കളിപ്പിക്കാൻ പറ്റാത്തത്? ഇവിടെയാണ് ടീച്ചറും അമ്മയും തമ്മിലുള്ള വ്യത്യാസം. പണ്ടൊക്കെ സ്കൂളിലെ ടീച്ചർ സ്കൂളിൽ പഠിക്കുന്ന കുട്ടീനെ സ്വന്തം മക്കളെ പോലെ നോക്കിയിരുന്നു. അതുകൊണ്ട് കുട്ടികൾ അവർക്കൊരു ബേർഡനായിരുന്നില്ല. കുട്ടികളോട് ഒന്നും പറയേണ്ട കാര്യം പോലും ഇല്ലായിരുന്നു. ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ എന്റെ പല്ലൊക്കെ ഇളക്കി പറിച്ചത് ജാനകി ടീച്ചറാ. ഇന്ന് എനിക്ക് തോന്നുന്നില്ല ഒരു സ്കൂളിൽ പഠിക്കുന്ന ടീച്ചർ കുട്ടികളെ പല്ല് പറിക്കുന്നുള്ളത്. അഥവാ ടീച്ചർ കുട്ടികളെ പല്ല് പറിച്ചാല് രക്ഷിതാക്കൾ വന്ന് ടീച്ചറെ പല്ല് പറിക്കും. അത് വേറെ. ഇപ്പൊ ഇന്നത്തെ കാലം അതാ. നിങ്ങളോടാണ് എന്റെ കുട്ടീന്റെ വായലെ പല്ല് പറിക്കാൻ പറഞ്ഞതെന്ന് ചോദിച്ചിട്ട് വലിയ പ്രശ്നമായിരിക്കും. അതുകൊണ്ടാണ് ടീച്ചറെ നിൽക്കാത്ത കേട്ടോ. അപ്പൊ ടീച്ചർമാരെ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല, രക്ഷിതാക്കൾ സമ്മതിക്കില്ല. പണ്ട് എന്തുകൊണ്ടാണ് എന്റെ പല്ല് ജാനകി ടീച്ചർ ഇളക്കി പറിച്ചപ്പോ എനിക്ക് ഒരു കുഴപ്പമില്ലായിരുന്നു, എന്റെ അച്ഛനും അമ്മയ്ക്കും ഒരു കുഴപ്പമില്ലായിരുന്നു, ടീച്ചർക്ക് ഒരു കുഴപ്പമില്ലായിരുന്നു. അതെന്താന്ന് വെച്ചാല്, സ്കൂള് വിട്ടാല് അടുത്ത അമ്മ ടീച്ചറാ, അങ്ങനെ ഒരു ഫീൽ ഉണ്ടായിരുന്നു നമുക്ക് സ്കൂളിൽ പോയാൽ. അങ്ങനെ ആയിരുന്നു പണ്ടത്തെ നമ്മളെ സ്കൂളിങ്. എന്തോ ഒരു മനോഹരമായിരുന്നു എന്നറിയാം സ്കൂളിംഗ് ഒക്കെ, അല്ലെ? ഇന്ന് ടീച്ചർ എന്നുള്ളത് ജോലിയായിപ്പോയി. അതുകൊണ്ട് ടീച്ചർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളിൽ ചെയ്യാൻ പാടില്ലാത്ത കാര്യമുണ്ട്. ജോലി ഭയങ്കര അപകടകരമായ അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇത്രയും കാലം ജീവിതത്തിൽ പഠിപ്പിച്ച എല്ലാ ടീച്ചറെയും നമ്മൾ ഓർമ്മിക്കുന്നുണ്ടോ? നിങ്ങളപ്പോ എത്ര ടീച്ചർമാർ പഠിപ്പിച്ചിട്ടുണ്ടാവും ഇത്രയും കാലത്തിനിടയ്ക്ക്? ഒരാള് 1-ാം ക്ലാസ് മുതൽ ഡിഗ്രി വരെ പഠിച്ചിറങ്ങുമ്പോഴേക്ക് മിനിമം ഒരു 300 ടീച്ചറെങ്കിലും ഇവിടെ പഠിപ്പിച്ചിട്ടുണ്ടാവും. ഈ 300 ടീച്ചറെയും പേര് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ? എനിക്ക് ഓർമ്മല്ല. എനിക്ക് ആകെ എന്നോട് എണ്ണിയെടുക്കാൻ പറഞ്ഞാല് ഒരു 5 ടീച്ചർമാരെ പേര് ഓർമ്മ ഉണ്ടാവും, 5 അധ്യാപകരെ പേര് ഓർമ്മയുണ്ട്. ബാക്കിയുള്ള ആൾക്കാർ എനിക്ക് ഓർമ്മയല്ല. ആ 5 ആൾക്കാരുടെ പ്രത്യേകത എന്തായിരുന്നു? അവര് ടീച്ചിങ് അല്ല ചെയ്തിരുന്നത്, അവര് ധർമ്മമാണ് ചെയ്തിരുന്നത്. അവര് അതിനെ ആഘോഷിച്ചത്, അതിനെ എൻജോയ് ചെയ്താണ്. അത് അവരുടെ ധർമ്മമായിരുന്നു. നമ്മൾ സ്വധർമ്മോ നിതരം ശ്രേയ പരകർമ്മോ ഭയാവഹം എന്ന് കൃഷ്ണൻ പറഞ്ഞ അവിടെയാണ്. ഇപ്പൊ ജോലിന്റെ കാര്യത്തിലാണെങ്കിൽ ഒക്കെ അത് വലിയ പ്രധാനപ്പെട്ട വിഷയമാണ്. അപ്പൊ ഭാര്യ എന്നുള്ളത് ഒരു ജോലിയല്ല, ഭർത്താവ് എന്ന് പറയുന്ന ഒരു ജോലിയല്ല, മക്കൾ എന്ന് പറയുന്നത് ജോലിയല്ല. ഇതൊന്നും നമ്മൾ പറഞ്ഞു തീരുമാനിക്കേണ്ട കാര്യങ്ങളല്ല, നമ്മളെ ഇഷ്ടത്തിൽ നിന്ന് നമ്മൾ ചെയ്യേണ്ടതാണ്. അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിന് കണക്ക് വെക്കില്ല, കണക്ക് പറയില്ല. നമുക്ക് എത്ര ചെയ്താലും മതിയായില്ല, കുറച്ചുകൂടി ചെയ്യായിരുന്നു എന്ന് തോന്നും. അതുകൊണ്ട് ഭാര്യയുടേത് ധർമ്മമാണ്, ഭർത്താവിൻ്റെത് ധർമ്മമാണ്. ഭാര്യയുടേത് കടമയല്ല, ഭർത്താവിന്റെ കടമയല്ല, മക്കളത് കടമയല്ല, ഇതൊക്കെ ധർമ്മമാണ്. ആ ഒരു വാക്കിനെ, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെ വിളിക്കുന്ന പേരാലോചിച്ച് നോക്കൂ. അത് ഭാരതത്തിൽ ഏറ്റവും ഉത്തമമായ വാക്കായ ധർമ്മം എന്ന വാക്ക് തന്നെയാണ് അവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പൊ സഞ്ജാദേവിക്ക് തപസ് ചെയ്യാൻ പോകുമ്പോൾ ഭർത്താവിനോടുള്ള ധർമ്മം മാറ്റിവെക്കാൻ പറ്റില്ല. അപ്പൊ സഞ്ജാദേവി എന്ത് ചെയ്തു? സഞ്ജാദേവി അവിടെ തൻ്റെ നിഴലിൽ നിന്ന് വേറൊരാളെ സൃഷ്ടിച്ചു. അപ്പൊ നമ്മൾ വിചാരിക്കും ഇതൊക്കെ ഭയങ്കര എക്സാജറേറ്റ് ചെയ്യുന്ന കഥയാണല്ലോ, നിഴലിൽ നിന്നൊക്കെ ഇപ്പൊ ഒരാളെ ഉണ്ടാക്കാൻ പറ്റുമോ? അല്ലേ? ഇതുപോലെ നേരത്തെയും കേട്ടിട്ടുണ്ട്, ഒരു മാംസകഷ്ണം മുറിച്ച് വെച്ചിട്ട് അതിൽ 101 ആൾക്കാരുണ്ടാക്കിയെന്നൊക്കെ. ഇന്ന് ലോകം പറയാണ് ഒരാളൊരു കോശത്തിൽ നിന്ന് അയാൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, അങ്ങനെ ഒരു സംവിധാനമുണ്ട്, ക്ലോണിങ് എന്നൊക്കെ പറഞ്ഞപ്പം നമ്മൾ തർക്കമില്ലല്ലോ, ഇതൊക്കെ ഞങ്ങൾ പുരാണത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ എന്നാണ്. അതുകൊണ്ട് ഈ പുരാണത്തിൽ പറയുന്ന എല്ലാ കാര്യങ്ങളൊക്കെ ചിലപ്പം ലോകം അല്ലെങ്കിൽ ശാസ്ത്രം മനസ്സിലാക്കാൻ ഇനിയും ചിലപ്പോൾ കാലങ്ങളെടുക്കും. ശാസ്ത്രം അതിന്റെ ബാല്യദശയിലാണ്.
ഇതൊക്കെ ശാസ്ത്രീയമാണെന്ന് പറഞ്ഞുകൊണ്ടല്ല കേട്ടോ, ഇതിനൊരു സാഹിത്യപരമായിട്ട് എടുക്കാം. പക്ഷെ ഇങ്ങനെയൊക്കെ പറ്റിയിട്ടുണ്ട്. സംജ്ഞാദേവി, അന്നത്തെ സ്ത്രീകള് വളരെ തപസ്സുള്ളവരായിരുന്നു. അല്ലെങ്കിൽ ഒരു മനുഷ്യൻ സ്ഥിരമായി സത്യം പറയാവുന്ന ഒരു തപസ്സാണ്. സത്യം മാത്രം പറയുന്ന ഒരാള് പിന്നീട് എന്ത് പറഞ്ഞാലും സത്യം ഭവിക്കുന്ന, അങ്ങനെ മുമ്പ് ഉണ്ടായിട്ടുണ്ട്. എവിടെയാ വരരുചി അല്ലേ? മക്കളൊക്കെ പ്രസവിച്ച് വായ കയറിയുണ്ടോ, വായ കയറിയ ദൈവം ഇല കൊടുത്തോളും എന്ന് പറഞ്ഞു. അവസാനം 12ാമത്തെ കുട്ടി ഉണ്ടായപ്പം വായ കയറിയോ എന്ന് വെച്ചാലും കുട്ടീനെ പോറ്റാനുള്ള ആഗ്രഹം കൊണ്ട് ഇല്ലാന്ന് പറഞ്ഞു. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കളവ് പറയുന്നത്. അപ്പൊ പറഞ്ഞത് കളവായിട്ട്, പക്ഷേ പ്രകൃതി എന്ത് ചെയ്തു? സത്യമാക്കി മാറ്റി. വായില്ലാക്കുന്നതിനെ പെണ്ടായി. അതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. സത്യം മാത്രം പറയുന്ന ആൾക്കാര് ഇടയ്ക്ക് കളവ് പറയേണ്ടി വന്നാൽ അതുപോലും സത്യമായി മാറും എന്ന് പറയാം. അപ്പൊ സംജ്ഞാദേവി ആ തപസ് കൊണ്ട് തന്റെ നിഴലിൽ നിന്ന് വേറെ ഒരാളുണ്ടാക്കി. തന്റെ നിഴലിൽ നിന്നുണ്ടാക്കിയ ആളായതുകൊണ്ട് സവർണ എന്ന് പേരിട്ടു. ഇതിന് സവർണ എന്ന പേരിൽ ഒരു തന്റെ അതേ രൂപത്തിലും അതേ ഭാവത്തിലൊക്കെ ഒരാളെ സൃഷ്ടിച്ചു എന്ന് പറയാം. ധർമ്മം ഇതേപോലെ തന്നെയാട്ടോ. ഭർത്താവിന് ധർമ്മമുണ്ട്. ഭാര്യന്റെ ധർമ്മം മാത്രമല്ല, ഭർത്താവിനും ഭാര്യയോട് ഒരുപാട് ധർമ്മമുണ്ട്. അത് നമ്മൾ പഠിക്കണം. വിവാഹ സംസ്കാരത്തിന്റെ സമയത്ത് ഭർത്താവിന്റെ അടുത്ത് വരനെടുക്കുന്ന പ്രതിജ്ഞയും വധുവിന്റെ അടുത്ത് വരനെടുക്കുന്ന പ്രതിജ്ഞയൊക്കെ തിരിച്ചൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ മനസ്സിലാക്കണം എന്താണ് ധർമ്മം എന്നുള്ളത്. അത് മാത്രം നമുക്ക് അറിയില്ല. അതുകൊണ്ടാണ് അറിയാത്തതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത്. അപ്പൊ വാങ്ങല് മാത്രമല്ല, വാങ്ങലും കൊടുക്കലൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഭാരതത്തിൽ അങ്ങനെ ഒരു വ്യവസ്ഥ ഉണ്ട്. ഈ അഥർവവേദത്തിൽ പറയുന്ന ഒരു നിയമം, ഒരു ഭർത്താവ് മരിച്ചാല് ഭർത്താവിന്റെ സഹോദരൻ അല്ലെങ്കിൽ മകൻ ഉണ്ടെങ്കിൽ മകൻ ഈ ഭാര്യയോട്, അമ്മയോട് പറയുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങളെ ഭർത്താവ് ഈ ലോകത്തുനിന്ന് പരലോകത്തേക്ക് പോയി, മനുഷ്യന്മാരുടെ ലോകത്തില്ല, മരിച്ചവരുടെ ലോകത്തേക്ക് പോയി. ഇനി നിങ്ങൾക്ക് ധർമ്മം ബാക്കിയുണ്ട്. നിങ്ങൾക്ക് ധർമ്മം ചെയ്യാൻ കൂടെ ആള് വേണം, ധർമ്മത്തിൽ സഹായിക്കാൻ വേണ്ടിയിട്ട്. അതിനുവേണ്ടി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരാളെ, നിങ്ങളെ ധർമ്മത്തിൽ നിങ്ങൾക്കൊപ്പം ചരിക്കാൻ സാധിക്കുന്ന ഒരാളെ നിങ്ങൾക്ക് തെരഞ്ഞെടുക്കാം പറഞ്ഞിട്ടുണ്ട്. അത് പറഞ്ഞ നാട്ടിലാണ് സതി ഉണ്ടായിരുന്നു നമ്മൾ പറഞ്ഞു വരച്ചത്. ഭർത്താവ് മരിച്ചൊരു സ്ത്രീയോട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരാളെ നിങ്ങൾക്ക് കല്യാണം കഴിച്ച് വിവാഹം കഴിച്ച് നിങ്ങളെ സ്വജീവിതത്തെ നിങ്ങളെ ധർമ്മബന്ധാവിലൂടെ നിങ്ങൾക്ക് ജീവിക്കാമെന്ന് പറഞ്ഞ നാട്ടിലാണ് സതി ഉണ്ട് എന്ന് പറഞ്ഞു വരുത്തിയിട്ട് ഭാരതം സതീന്റെ നാടായിരുന്നു നമ്മൾ പറഞ്ഞത്. ആലോചിക്കണത് നമ്മുടെ സംസ്കാരം എത്ര മഹത്തരായിരുന്നു. അങ്ങനെ കാരണം നമ്മളെ സംബന്ധിച്ച് ജീവിതത്തില് ജീവിച്ച് മുന്നോട്ട് പോണ സമയത്ത് നിത്യം, നൈമിത്തികം, കാമ്യം, പ്രായശ്ചിത്തം എന്ന് പറയുന്ന 4 കർമ്മങ്ങളുണ്ട്. ഇത് ഒന്ന് പഠിച്ചു വെക്കണേ. ഈ 4 പോയിന്റ് ഒന്ന് പഠിച്ചു വെക്കണം. കാരണം അത് പിന്നീട് ആവശ്യം വരും. ഇപ്പോഴല്ല, ക്ലാസ് മുന്നോട്ട് പോണ സമയത്ത് നമുക്ക് ആവശ്യം വരും. നിത്യം, നൈമിത്തികം, കാമ്യം, പ്രായശ്ചിത്തം. നിത്യം ചെയ്യേണ്ട കുറെ കാര്യങ്ങളുണ്ട്. നമുക്ക് മുന്നോട്ട് പോണ സമയത്ത് നമുക്ക് വിശദമായിട്ട് ചർച്ച ചെയ്യാൻ പറ്റുമോ നോക്കാം. നൈമിത്തികം, നിമിത്തം മാത്രമായി ചെയ്യേണ്ടത്. അതായത് ഋതുക്കൾക്കനുസരിച്ച് ഇപ്പം വിവാഹം, അതുപോലെ തന്നെ ഗർഭാധാനം, കുട്ടികൾ ഉണ്ടാവല്, ഷോഡശ സംസ്കാരങ്ങള്, ഇതൊക്കെ നൈമിത്തികാണ്. കാമ്യം, ആഗ്രഹ പൂർത്തീകരണത്തിന് വേണ്ടി ചെയ്യുന്നത്. നിത്യ, നൈമിത്തിക, കാമ്യ, പ്രായശ്ചിത്തം. ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതിരുന്നാലും ചെയ്യാണ്ടാത്ത കാര്യങ്ങൾ ചെയ്താലും ഇതിനാണ് പ്രായശ്ചിത്തം. ഈ 4 കാര്യങ്ങൾ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് നമ്മുടെ എല്ലാ പദ്ധതികളും വരുന്നത്. നിത്യ, നൈമിത്തിക, കാമ്യ, പ്രായശ്ചിത്തങ്ങൾ. ഓർമ്മ പറഞ്ഞാണ് നമുക്ക് പിന്നീട് ആവശ്യമുണ്ടത്. കാരണം ഇതില് ഈ 4 കാര്യങ്ങൾക്ക് നമുക്ക് കൂടെ ആള് വേണം അല്ലേ? അതിൽ വളരെ പ്രധാനപ്പെട്ട നൈമിത്തികത്തിൽപ്പെട്ട ഒരു കാര്യമാണ് സുപ്രജ, നല്ല കുട്ടികൾ ഉണ്ടാവുക എന്നുള്ളത്. നല്ല കുട്ടികൾ ഉണ്ടാവുക എന്നുള്ളത് എന്ത് പെട്ടതാണ്? കാമ്യത്തിൽപ്പെട്ടല്ല. അത് ആഗ്രഹ പൂർത്തീകരണത്തിന് വേണ്ടിയുള്ള അല്ല.
അത് അടുത്ത തലമുറയെ നിലനിർത്താൻ വേണ്ടിയിട്ടാണ്. അതിനൊക്കെ നമുക്ക് സഹധർമ്മചര്യത എന്താ, സഹധർമ്മം കൂടെ ധർമ്മം ചരിക്കാൻ ആള് വേണം. പിന്നെ പ്രായശ്ചിത്തമൊക്കെ മുന്നോട്ട് പോണ സമയത്ത് നമുക്ക് ചർച്ച ചെയ്യാം. എല്ലാ കർമ്മങ്ങളും ഇതിലേതെങ്കിലും ഒന്നുമായി ബന്ധപ്പെട്ടതാണ്. സവർണയെ തന്റെ നിഴലിൽ നിന്നുണ്ടാക്കി, തന്റെ ഛായയിൽ നിന്നുണ്ടാക്കിയതായതുകൊണ്ട് ഛായാദേവി എന്നൊരു പേരും കൂടി സവർണയ്ക്കുണ്ട്. സവർണ വർണ്ണത്തോട് കൂടി തന്റെ വർണ്ണത്തിൽ നിന്ന് ഉണ്ടാക്കിയതായതുകൊണ്ട് സവർണ. അതുപോലെ ഛായാദേവി എന്ന് ഒരു പേരുണ്ട്. സവർണയില് 3 കുട്ടികളാണുള്ളത്. സാവർണി എന്ന് പറയുന്ന ഒരു മോൻ, ശനീശ്വരൻ എന്ന് പറയുന്ന 2ാമത്തെ മോൻ, 3ാമത്തെ തപതി എന്ന് പറയുന്ന ഒരു മോള്. അപ്പൊ 6 കുട്ടികളായി സൂര്യന്. ആദ്യത്തെ ഭാര്യയില് ആരൊക്കെ ഉണ്ടായിരുന്നത്? വൈവസ്വതനും യമനും യമുനാ നദിയും. വെരി ഗുഡ്. 2ാമത്തത് സവർണയില് സാവർണി, ശനീശ്വരൻ, തപതി. ഓക്കെ. സവർണയിലുണ്ടായ കുട്ടി ആയതുകൊണ്ടാണ് സാവർണി എന്ന് പേരായത്. ഇതില് 71 ചതുർയുഗങ്ങൾക്ക് അധിപനായ 8ാമത്തെ മനു ആവാൻ പോകുന്ന സാവർണിയുടെ കഥ ആണ് ഈ മാർക്കണ്ഡേയൻ ജൈമിനി മഹർഷിക്ക് പറഞ്ഞു കൊടുക്കുന്നത്. സാവർണി സൂര്യതനയോ. 1ാമത്തെ ശ്ലോകത്തിന്റെ വ്യാഖ്യാനാണ് ഇത്രയും സമയം എടുത്തത്. ഇതിന്റെ ഷഷ്ടിപൂർത്തി കഴിയാണ്ട് ഇത് തീർന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ ദേവീമാത്മ്യം 1 മണിക്കൂറായി. 1ാമത്തെ ശ്ലോകത്തിലെ 1ാമത്തെ വാക്ക് പറയാൻ പറ്റി. നോക്കാം. സാവർണി സൂര്യതനയോ യോ മനു കഥ്യതേഷ്ടമ നിശാമയ തതുത്പത്യം വിസ്തരാത് ഗതദോ മമ മഹാമായാനുഭാവേന യഥാ മന്വന്തരാധിപ സഭൂവ മഹാഭാഗ സാവർണിസ്തനയോരവേ. മഹാമായയുടെ കാരുണ്യം കൊണ്ട് യഥാ മന്വന്തരാധിപ 71 ചതുർയുഗങ്ങൾക്ക് അധിപനായ സാവർണി. 71 ചതുർയുഗങ്ങൾ. അധിപനായ സാവർണി മഹാഭാഗ്യം കൊണ്ടാണ്, മഹാഭാഗ്യവാനായ സാവർണി. ആ സാവർണിയുടെ കഥ സഭൂവ മന്വന്തരാധിപ. മന്വന്തരത്തിന്റെ അധിപനായിരുന്നു. മന്വന്തരാധിപൻ. മന്വന്തരങ്ങളുടെ എത്ര മന്വന്തരമുള്ളത്? 14 മന്വന്തരം ഉള്ളത്. അപ്പൊ മന്വന്തരങ്ങളുടെ അധിപൻ. എങ്ങനെയാ മന്വന്തരത്തിന്റെ അധിപൻ എന്താന്ന് പിന്നീട് നമുക്ക് മനസ്സിലാവും. ഇതൊക്കെ ആരാന്ന് മനസ്സിലാവും. മനസ്സിന്റെ അധിപനാണ് മന്വന്തരാധിപൻ. നമ്മളൊക്കെ മനസ്സിന്റെ അധിപൻ ആരാ? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈ സാവർണി ഞാനും തമ്മിൽ വ്യത്യാസമൊന്നുമില്ലാന്ന്. അവിടേക്ക് നമ്മൾ എത്താൻ പോവാ. സുരതൻ ആരാന്നൊക്കെ, സുരതനെ മാത്രം നമുക്ക് ഇന്ന് പരിചയപ്പെടാം. എന്നിട്ട് നമുക്ക് ഇന്ന് വിടാം. അസാമാന്യമായ ഈശ്വരാനുഗ്രഹം കൊണ്ട്, അത്ര ഈശ്വരാനുഗ്രഹം ഉണ്ടായിട്ടുണ്ട്. ആ ഈശ്വരാനുഗ്രഹം ഉണ്ടായ ആളുടെ ഇപ്പോഴത്തെ അവസ്ഥയാണ് പറയാൻ പോകുന്നത്. നമുക്ക് കേക്കത്. ആ ഈശ്വരാനുഗ്രഹം കൊണ്ട് സഭൂപ ഉണ്ടായിരുന്നു, മഹാഭാഗ്യം കൊണ്ട് സാവർണി സ്തനയോരവേ. സൂര്യന്റെ പുത്രനായി സാവർണി എന്ന പേരുള്ള ഒരാളുണ്ട്. സരോജിഷേന്ദ്രേ പൂർവം ചൈത്രവംശ സമുദ്ഭവ സുരഥോ നാമരാജാഭൂത് സമസ്തേ ക്ഷിതിമണ്ഡലേ. 2ാമത്തെ മന്വന്തരത്തിന്റെ അധിപനാണ് സരോജിഷ്. നമ്മൾ പറഞ്ഞു, സരോജിഷിന്റെ കാലത്താണ് ഈ കഥ പറയുന്നത്. 2ാമത്തെ മനുവിന്റെ കാലത്താണ് 8ാമത്തെ മനുവിന്റെ കഥ പറയുന്നത്. ചൈത്രവംശ സമുദ്ഭവനായിട്ടുള്ള, ചൈത്ര വംശത്തില് ഉത്ഭവിച്ചിട്ടുള്ള സാവർണി
ചൈത്ര പൂർവം ചൈത്ര നൽകുക. സുരഥോ നാമ രാജാഭൂത്. സുരഥൻ എന്ന പേരുള്ള ഒരു രാജാവ് സമസ്ത ക്ഷിതിമണ്ഡലങ്ങൾക്കും രാജാവായ ഒരാളുണ്ടായിരുന്നു. സുരഥോ നാമ, സുരഥൻ എന്ന പേരില് സമസ്ത ക്ഷിതിമണ്ഡലങ്ങളുടെയും രാജാവായി ഒരാളുണ്ടായിരുന്നു. സൂരഥനെ മാത്രം ഒന്ന് പരിചയപ്പെടാം. സൂരഥനെ മാത്രം പരിചയപ്പെടാൻ ഒരു എപ്പിസോഡ് എടുക്കും. പരിചയപ്പെട്ട് തുടങ്ങാം. സമസ്ത ക്ഷിതിമണ്ഡലത്തിനും അധിപനായിട്ട് ഒരാളുണ്ടാവും. ചിലപ്പോ ഒരു സംസ്ഥാനം ഉണ്ടാവും, അല്ലെങ്കിൽ അല്ല ഒരു രാജ്യം തന്നെ ഉണ്ട് വിചാരിക്കാം. അപ്പൊ വേറെ രാജ്യങ്ങളില്ലേ, എല്ലാ രാജ്യത്തിനെയും കൂടി അധിപനായിട്ട് ഒരാളുണ്ടാവും. എന്നാ അങ്ങനെ ഒരാൾ ഉണ്ടായിരുന്നു. അത് ആരായിരുന്നു? സുരഥൻ. ഈ വാക്കിന്റെ പ്രത്യേകത വളരെ അർത്ഥവത്തായ വാക്കാണ്. സുരഥൻ. സുരഥൻ, സമാധി, സുമേധസ്. സുരഥനും സമാധിയും കൂടി സുമേധസിന്റെ അടുത്താണ് പോണത്. ഈ 3 വാക്കാണ് ദേവീ മഹാത്മ്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട രഹസ്യം. ആരാണ് സുരഥൻ? ആരാണ് സമാധി? ഇവരെന്തിനാണ് സുമേധസിന്റെ അടുത്ത് പോകുന്നത്? സുമേധസ് ആരാണ്? വളരെ ഇത്രയേ ഉള്ളൂ ദേവീ മഹാത്മ്യം അത് മനസ്സിലാക്കിയാൽ. സുരഥൻ രഥങ്ങളെ ശരിയായ രീതിയിൽ നയിക്കുന്നവൻ, നല്ല രഥങ്ങൾ ഉള്ളവൻ ആണ് സുരഥൻ. നല്ല രഥങ്ങൾ ഉള്ളവൻ. രഥം എന്ന് പറഞ്ഞാൽ എന്താ? ഇന്ദ്രിയങ്ങൾ എന്നാണ് അർത്ഥമുള്ളത്. ഇന്ദ്രിയങ്ങളുടെ ശരിയായ ഇന്ദ്രിയങ്ങളെ പ്രയോഗിക്കാൻ അറിയുന്നവൻ, ഒരേപോലെ ഇന്ദ്രിയങ്ങളെ പ്രയോഗിക്കുന്നവനാണ് സുരഥൻ. നമ്മളെ സംബന്ധിച്ച് രഥങ്ങള് ഏതൊക്കെയാണ്? 5 ഇന്ദ്രിയങ്ങളാണ്. സമസ്ത ലോകത്തിന്റെയും അധിപൻ. ഞാൻ ഒരു ലോകത്തിന്റെ അധിപനാക്കിയല്ലോ എന്നറിയില്ല, നിങ്ങൾ വിശ്വസിച്ചാലും ശരി ഇല്ലെങ്കിലും ശരി, ഞാൻ ഒരു ലോകത്തിന്റെ അധിപനാണ്. അത് ഏതാണെന്നറിയോ? അത് എന്റെ ലോകാണ്. അത്രയേ ഉള്ളൂ. എന്റെ ലോകത്തിന്റെ അധിപൻ ഞാനല്ലേ. എന്റെ ലോകത്തിലെ രാജാവ് ആരാ? ഞാനാണ്. എന്റെ ഏത് കഥയിലും എന്റെ എല്ലാ സ്വപ്നത്തിലും ഞാൻ മാത്രമേ ഉള്ളൂ. നിങ്ങൾ പറയേ ഞാനൊന്നും അല്ല എന്നൊക്കെ പറഞ്ഞാലും, അങ്ങനെയാണെങ്കിൽ നമ്മൾ സ്വപ്നം കാണുമ്പം നായകസ്ഥാനത്ത് അടുത്ത വീട്ടിലെ ആളെ കണ്ടിരുന്നു. നമ്മളെപ്പോ സ്വപ്നം കാണുമ്പോൾ നമ്മളാണ് നായകൻ. അതെന്തുകൊണ്ടാ? നമ്മളെ ലോകത്തെ രാജാവ് ഞാനായതുകൊണ്ടാണ്. അപ്പം സമസ്ത ലോകത്തിന്റെയും അധിപന എന്റെ ലോകം. ആ ലോകേതേ ഇതി ലോക. എന്റെ ശരീരമാണ് എന്റെ ലോകം. എന്റെ ശരീരം ഉൾപ്പെടുന്ന ഞാൻ പ്രവർത്തിക്കുന്ന ഈ സിസ്റ്റമാണ് എന്റെ ലോകം. ഈ ലോകത്തിന്റെ ആധിപത്യം എനിക്കാണ്. ശരിയായ രീതിയിൽ ഇന്ദ്രിയങ്ങളെ ഉപയോഗിക്കുമ്പോൾ ഒരേപോലെ 5 ഇന്ദ്രിയങ്ങളെയും ഉപയോഗിക്കുന്നവനാണ് സുരഥൻ. നമ്മളെല്ലാവരും സുരഥനാണോ അല്ലയോ? നമ്മളെല്ലാ ഇന്ദ്രിയങ്ങളെയും ഒരേപോലെ ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ല. ഇന്ദ്രിയങ്ങളെ നിങ്ങൾ ഒരേപോലെ അല്ല ഉപയോഗിക്കുന്നത്. ഒന്നാമത് ഒരു ഇന്ദ്രിയം ഉപയോഗിക്കുമ്പോൾ മറ്റു ഇന്ദ്രിയങ്ങൾ ഉപയോഗിക്കാൻ അതിന്റെ കപ്പാസിറ്റി കുറയും. നിങ്ങളിപ്പോ സൂമില് കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ട്. കുറച്ച് സമയം കൂടിയൊക്കെ, കുറച്ച് കഴിഞ്ഞാല് നമുക്ക് ബോറടിച്ചു തുടങ്ങും. പരമാവധി ഞാനായതുകൊണ്ട് എന്നോടുള്ള ബഹുമാനം. അതിന്റെ ഇടയ്ക്ക് തന്നെ 7 ആൾക്കാർ വീഡിയോ ഓഫാക്കി. കുറെ കേൾക്കണേന് ചായ കുടിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ നോക്കുമ്പോൾ ചായ കുടിച്ചോണ്ട് കേൾക്കുക. കാരണം അയാൾക്ക് അതിനിത് കേട്ടേക്കാം, ഇത്രയൊക്കെ നോക്കിക്കാൻ പറ്റൂ എന്നുള്ള പറയാൻ തുടങ്ങി. ഇനി കേൾക്കാനും പറ്റില്ല, കുറച്ച് കഴിഞ്ഞാൽ അതൊന്നും ഇല്ലാണ്ടാവും. ഇനി അഥവാ കേൾക്കുന്ന സമയത്ത് നിങ്ങൾ എന്തിനാ കേൾക്കണേ? ഞാൻ പറയുന്നതിന് മാത്രമേ കേൾക്കുന്നുള്ളൂ. ഈ സമയത്ത് വേറെ പല ശബ്ദങ്ങളും ഉണ്ടാവുന്നുണ്ട്, അതിന് നിങ്ങൾ കേൾക്കണില്ല. ചെവിയിലേക്ക് വരുന്ന മുഴുവൻ കാര്യങ്ങളെ നിങ്ങൾ കേൾക്കുന്നില്ല, നിങ്ങൾ ഫിൽട്ടർ ചെയ്യുന്നുണ്ട്.
നിങ്ങൾ എല്ലാ കാര്യങ്ങളെയും കേൾക്കുന്നില്ല. നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമേ നിങ്ങൾ കേൾക്കുള്ളൂ. നിങ്ങൾക്ക് ആവശ്യമുള്ള നിങ്ങൾ കേൾക്കുന്നുണ്ടോ എനിക്കറിയില്ല. പിന്നെയല്ലേ നിങ്ങളെ ചുറ്റും നടക്കുന്ന എല്ലാ കാര്യങ്ങളെയും നിങ്ങൾ കേൾക്കുന്നില്ല. നിങ്ങളെ ഉള്ളിൽ ഒരു ഫിൽട്ടർ ചെയ്യുന്ന ഒരാളുണ്ട്. ആ ഫിൽട്ടർ ചെയ്യുന്ന ആൾ തീരുമാനിക്കുന്നുണ്ട് ഞാൻ എന്ത് കേൾക്കണം, എന്ത് കേൾക്കണ്ട എന്നുള്ളത്. ആ കേൾക്കുന്നതിന് ഞാൻ എന്ത് അനുസരിക്കണം, എന്ത് അനുസരിക്കണം നിങ്ങൾ തീരുമാനിക്കുന്നുണ്ട്. അവിടെ ഫിൽട്രേഷൻ ഉണ്ട്. ആ കാര്യങ്ങൾ എന്ത് ചെയ്യാൻ വിശ്വസിക്കണം, വിശ്വസിക്കണ്ട എന്നുള്ളത്. അതുകൊണ്ട് തന്നെ കാണുന്നത് മുഴുവൻ നിങ്ങളെ കണ്ണിലൂടെ കാണുന്ന എല്ലാത്തിനും നിങ്ങൾ സ്വീകരിക്കുന്നില്ല. കണ്ണിലൂടെ വരുന്നതിനെ ഫിൽട്ടർ ചെയ്യുന്ന ഒരാളുണ്ട്. ഇതൊക്കെ കാണാം, ഇത് കാണണ്ട. കേൾക്കുന്നതിനെ, ഇതിനെ മുഴുവൻ നിയന്ത്രിക്കുന്ന ശക്തനായ ഒരാള് നിങ്ങളെ ഉള്ളിലുണ്ട്. ആ ആൾ എത്രത്തോളം ചെറുതാവുന്നോ അത്രത്തോളം ചെറുതാണ് നിങ്ങളുടെ ലോകം. ആ ആൾ എത്രത്തോളം വലുതാവുന്നോ അത്രത്തോളം വലുതാണ് നിങ്ങളുടെ ലോകം. ഒരു കാലത്ത് ഈ 5 ഇന്ദ്രിയങ്ങളിലൂടെയും നിങ്ങൾ ഈ ഒരേപോലെ ഈ സെൻസ് ഓർഗൻസിലൂടെ കാര്യങ്ങളെ സ്വീകരിച്ച സമയത്ത്, 5ലും ഒരേപോലെ സ്വീകരിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിരുന്ന സമയത്ത്, കപ്പാസിറ്റി ഉണ്ടായിരുന്ന സമയത്ത്, നിങ്ങൾ മുഴുവൻ ക്ഷിതിമണ്ഡലത്തിന്റെയും രാജാവായിരുന്നു. എവിടെയാണോ ഇതിൽ നമ്മൾ ഫിൽട്ടർ ചെയ്യാൻ തുടങ്ങിയത്, അപ്പോൾ നിങ്ങളുടെ സമസ്ത ക്ഷിതിമണ്ഡലത്തിന്റെയും അധികാരം വിട്ടു. സുരഥൻ എന്ന് പറയുന്നത് ഞാൻ തന്നെയാണ്. 5 ഇന്ദ്രിയങ്ങളിലൂടെ ഞാൻ സ്വീകരിക്കുന്ന ഇൻഫർമേഷൻ അനുസരിച്ചാണ് ഞാൻ എൻ്റെ ലോകത്തെ സൃഷ്ടിക്കുന്നത്. കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞിട്ട് പോയതുണ്ട്, എനിക്കുണ്ടൊരു ലോകം, നിനക്കുണ്ടൊരു ലോകം, നമുക്ക് ഇല്ല ഒരു ലോകം. ഞാൻ സൃഷ്ടിക്കുന്നതാണ് എൻ്റെ ലോകം. അതുകൊണ്ട് ദേവി മഹാത്മ്യം എവിടെയോ ഏതോ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഒരു രാജാവിന്റെ കഥയല്ല, എൻ്റെ കഥയാണ്. ഞാൻ ഈ കഥ വേണ്ടത് എൻ്റെ അവസ്ഥയാണിത്. അതുകൊണ്ട് തന്നെ ഈ ഇന്ദ്രിയങ്ങൾ എനിക്ക് എന്തൊക്കെ അപകടം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ടെന്നറിയോ? അതാണ് അടുത്ത ദിവസം പറയാൻ പോണത്. അടുത്ത ശ്ലോകത്തില് സമയം 8:04 നമുക്ക് അടുത്ത ശ്ലോകം എടുക്കാൻ സമയമില്ല. ഞാൻ അടുത്ത ശ്ലോകം ഒന്ന് വായിച്ച് അപ്പൊ നോക്കാൻ അറിയാം അല്ലേ. നമ്മൾ 4 എടുത്തു. സരോജിഷേന്ദ്രേ പൂർവം ചൈത്രവംശ സമുദ്ഭവ സ്വരധോ നാമരാജാഭൂത് സമസ്തേ ക്ഷിതിമണ്ഡലേ തസ്യ പാലയത സമ്യക് പ്രജാ പുത്രാനി വൗരസാൻ ബഭൂവു ശത്രവോ ഭൂപ കോലാവിധ്വംസിനസ്തത. അവിടെയാണ് ലോകത്തിന്റെ മുഴുവൻ രാജാവാണെങ്കിൽ വേറെ ചില രാജാക്കന്മാര് ആക്രമിക്കാൻ വന്നു എന്ന് പറയോ? ഇല്ല. എവിടെയോ ഈ സമസ്ത പ്രപഞ്ചവും എന്റേതായിരുന്നു എന്നുള്ള തോന്നലുണ്ടായപ്പോ ഞാൻ സമസ്ത ലോകത്തിന്റെയും നാഥനായിരുന്നു. അതായിരുന്നു ശരിക്കുള്ള ഞാൻ. അവിടുന്ന് ഞാൻ ഈ ശരീരത്തിലേക്ക് വന്നപ്പം, ഇന്ദ്രിയങ്ങളുടെ ലോകത്തെ അറിയാൻ വന്നപ്പം ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ടായി. കുഞ്ഞായിരിക്കുന്ന സമയത്ത് ഇത്ര ലിമിറ്റേഷൻ ഉണ്ടായിരുന്നില്ല. ആ കുഞ്ഞായി വലുതാവുന്ന സമയത്ത് എന്റേത്, എനിക്കുള്ളത്, ഞാൻ, എന്റേത്, എനിക്കുള്ളത് എന്ന് പറയുന്ന 3 സാധനം വന്നു. ഇത് 3 വന്നപ്പം നമ്മൾ ചെറുതായി പോയി. ഇതെന്റേതാണെങ്കിൽ മറ്റുള്ളതൊന്നും എന്റേതല്ല. മുഴുവൻ പ്രപഞ്ചം എന്റേതാണെങ്കിൽ എന്റേതല്ലാത്തൊന്നുമില്ലായിരുന്നു. പക്ഷെ എന്നോട് അമ്മ പറഞ്ഞു, ഞാൻ കുറച്ച് വലുതായപ്പം, മോനെ ഇത് നിന്റെ ഡ്രസ്സാണ് എന്ന് പറഞ്ഞപ്പോ ഞാൻ മനസ്സിലാക്കി, അപ്പൊ ഈ വീട്ടിലുള്ള ബാക്കി ഡ്രസ്സൊന്നും ഉണ്ടാവില്ല. അതുവരെ എന്റെ ധാരണ ഈ വീട്ടിലെല്ലാം എന്റേതാണ്. അമ്മ എന്നോട് ഓരോന്ന് പറയാൻ തുടങ്ങി, മോനെ ഇത് നിന്റേതാണ്, ഇത് നിന്റെ കുപ്പിയാണ്, ഇത് നിന്റെ ഗ്ലാസ് ആണ്, ഇത് നിന്റെ പ്ലേറ്റ് ആണ്. അപ്പൊ ഞാൻ മനസ്സിലാക്കിയ വലിയ സത്യം മനസ്സിലാക്കി, ഈ വീട്ടില് ഈ പ്ലേറ്റ് മാത്രമേ എനിക്കുള്ളൂ, ബാക്കിയുള്ള പ്ലേറ്റ് ഒന്നും ഉണ്ടാവില്ല. ഈ വീട്ടിൽ ഈ ഗ്ലാസ് മാത്രമേ എനിക്ക് അനുവദിച്ചുള്ളൂ, ഈ വീട്ടിലെ ബാക്കിയൊന്നും ഉണ്ടാവില്ല. അങ്ങനെ വീട്ടിൽ രാജാവായി ജനിച്ച ഞാൻ
4 ദിവസം കൊണ്ട് പിച്ചക്കാരനായി മാറി സാക്ഷരാർത്ഥത്തില്. അങ്ങനെ ജനിച്ച ഉടനെ രാജാവാണ് എന്ന ബോധമുള്ള ഞാൻ 1-2 ആഴ്ച കൊണ്ട് ആ വീട്ടിലെ പിച്ചക്കാരനായി മാറി. ഇത് മാത്രമാണ് എൻ്റെത്, ബാക്കിയൊന്നും എൻ്റെതല്ല എന്നുള്ള തോന്നലുണ്ടായി. അന്ന് മുതൽ എൻ്റെ ജീവിതത്തിൽ സംഘർഷം ഉണ്ടായി തുടങ്ങി. എൻ്റെതല്ലാത്തത് എനിക്ക് വേണം, എന്റേത് ഞാൻ ആർക്ക് വിട്ടുകൊടുക്കില്ല. ഈ 2 സാധനമാണ് മനുഷ്യനെ ഏറ്റവും കൂടുതൽ അപകടം ഉണ്ടാക്കിയത്, അറ്റാച്ച്മെന്റും എൻറ്റാങ്കിൾമെന്റും. അതാണ് ദേവീന്റെ കയ്യിലെ പാശവും അങ്കുശവും. അങ്ങനെ അവിടെ തുടങ്ങി സുരതന്റെ പരാജയം. ആ പരാജയം എവിടെയാണ് അയാളെ കൊണ്ട് എത്തിക്കുന്നത് നോക്കാം. കാട്ടിൽ പോയി അവിടുന്ന് ഒരു പന്നീന്റെ പേരിൽ, സമസ്ത പ്രപഞ്ചവും സ്വന്തമായിട്ടുണ്ടായിരുന്ന ഒരാൾ ഒരു പന്നീന്റെ പേരിൽ യുദ്ധം ചെയ്ത സ്ഥലത്ത് 2 ആൾക്കാർ ഒരേ പന്നീനെ അമ്പെയ്ത് ആ പന്നീന്റെ പേരിൽ വേറെ 2 ആൾക്കാരായിട്ട് തല്ലും പിടി ഉണ്ടായി. അതിൽ തോറ്റ് തുന്നം പാടി വീട്ടിൽ വന്ന സമയത്ത് അതിനേക്കാൾ വലിയ അപകടാവസ്ഥ വന്നു. പിന്നെ അങ്ങോട്ട് അനുഭവിച്ച ഒരു അവസ്ഥ ഉണ്ട്, പരസ്യത്തിൽ പറയുന്ന മാതിരി. അത് അടുത്ത ആഴ്ച നമുക്ക് കാണാം. ഇങ്ങനെയാണല്ലോ പണ്ട് സീരിയലൊക്കെ, ആഴ്ചയിലുള്ള സീരിയലൊക്കെ നിർത്തിയിരുന്നത്. എന്ത് സംഭവിച്ചു, സുരതൻ എന്ത് സംഭവിച്ചു, സമാധിയെ കണ്ടോ എന്നൊക്കെ ഉള്ള, യുദ്ധത്തിന് പോയപ്പോൾ എന്ത് സംഭവിച്ചു എന്നൊക്കെ ചോദിച്ചാണല്ലോ നിർത്തുക. അങ്ങനെ യുദ്ധത്തിന് പോയപ്പോൾ എന്താ സംഭവിച്ചെന്നൊക്കെ നമുക്ക് അടുത്ത ആഴ്ച എടുക്കാം. ഇന്ന് ഞാൻ കുറച്ചും കൂടി എടുക്കണം എന്ന് വിചാരിച്ചിരുന്നു, പക്ഷെ ഞാൻ തുടക്കത്തില് ആ പാരായണ വിധി പറയാൻ സമയം എടുത്തോണ്ട് കുറച്ച് സമയം മുന്നോട്ട് പോയതാണ്. അപ്പം ക്ഷമ്യത ഇതി. നല്ല രീതിയിൽ മുന്നോട്ട് പോട്ടെ. എനിക്ക് തോന്നുന്നു കൂടുതൽ ആൾക്കാരും ദേവീമാഹാത്മ്യം ക്ലാസ്സിൽ പങ്കെടുത്തവരും ഇപ്പൊ പങ്കെടുത്തോണ്ടിരിക്കുന്നവർക്കാണെന്ന് തോന്നും. അപ്പം ഈ രീതി പോയാൽ പോരെ, നമുക്ക് അങ്ങനെ തിരക്കൊന്നുമില്ലല്ലോ. അപ്പൊ ഒരു 3, 4, 5 ശ്ലോകമൊക്കെ ഒരു ദിവസം എടുത്ത് പോവാം. 707 500 ചില ശ്ലോകങ്ങളുണ്ട്. 700 മന്ത്രമുണ്ട്, പക്ഷെ ശ്ലോകങ്ങൾ 500 ചില്ലാനേ ഉള്ളൂ. അപ്പം എടുക്കാം. അങ്ങനെ തീരുമ്പം തീരട്ടെ, അങ്ങനെ പോവാം. പക്ഷെ ആദ്യത്തെ ഒരു 2 അധ്യായം ഒന്നാമത്തെ അധ്യായം കഴിഞ്ഞാൽ പിന്നെ അതിന്റെ റിപ്പീറ്റേഷനാണ്. പിന്നെ നമുക്ക് വളരെ വേഗത്തിൽ പോകാൻ പറ്റും. അപ്പൊ ആ തുടക്കത്തില് വളരെ മെല്ലിയ നീങ്ങും. കാരണം സുരതനെയും സമാധിനെയും സുമേധസിനെയും പരിചയപ്പെടുത്താൻ മാത്രം 3 ക്ലാസ് വേണം. പിന്നെ കുറച്ചുകൂടി വേഗത്തിൽ പോകും. കാരണം 1 ഇന്ദ്രിയങ്ങളുടെ ആളാണ്, 2 സുമേധസ് ബുദ്ധിയുടെ സമബുദ്ധിയാണ് സമാധി. സുമേധസ് ബോധത്തിന്റെ ആളാണ്. ഇത് 3 നമ്മളെ ഉള്ളിലാട്ടോ, വേറെ ഇടയുള്ള ആളല്ല. സസ്പെൻസ് ആദ്യം പൊട്ടിച്ചളയാ, വെറുതെ ഇനി സസ്പെൻസ് ആയിട്ട് നടക്കണ്ടല്ലോ. സുരതൻ ഇന്ദ്രിയങ്ങളുടെ ദേവനാണ്, സമാധി ബുദ്ധിയാണ്, സുമേധസ് ബോധമാണ്. നമ്മളെ ഉള്ളിലുള്ള ബുദ്ധിയും ഇന്ദ്രിയങ്ങളും തമ്മില് പല വിഷയങ്ങൾ ഉണ്ടായപ്പം അവർ തമ്മിൽ ചർച്ച ചെയ്യുകയും അതിന് പരിഹാരം കാണാൻ വേണ്ടി ബോധത്തിലേക്ക് പോകുന്നതും ബോധം അതിനെ പരിഹരിക്കുന്നതുമാണ്. അതുകൊണ്ട് തന്നെ ദേവി മഹാത്മ്യം വായിക്കുമ്പോൾ അറിയാതെ നമ്മളെ ഉള്ളിൽ അത് സംഭവിക്കും. അപ്പൊ അത് അടുത്ത ദിവസം നമുക്ക് കാണാം. ഗുരുപരമ്പരയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ. വന്ദേ ഗുരുപദദ്വന്ദ്വം അവാങ് മനസ്സഗോചരം രക്തശുക്ല പ്രഭാമിശ്രം അതർക്യം ത്രൈപുരം മഹ. ശ്രീ ഗുരു.